കർത്താവായ യേശുവേ, ഞങ്ങൾക്ക് കരഞ്ഞു പ്രാർത്ഥിക്കാൻ വരം നൽകണമേ, കൃപ നൽകണമേ. കർത്താവായ യേശുവേ, ഞങ്ങൾക്ക് കരഞ്ഞു പ്രാർത്ഥിക്കാൻ വരം നൽകണമേ, കൃപ നൽകണമേ. ഹല്ലേലൂയ. യേശുവേ, അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കാൻ എനിക്ക് വരം നൽകണമേ. യേശുവേ, അവിടുന്ന് എന്നെ തൊടണമേ, സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനോട് പറയാം, കർത്താവേ, ഞാൻ അങ്ങയെ തേടുന്നു. കർത്താവേ, ഞാൻ അങ്ങയെ തേടുന്നു. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ എല്ലാവരും ജീവിക്കുന്ന കണക്ക് ജീവിക്കാൻ ആർക്കും സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങളെ ദൈവം ക്ഷണിക്കുകയാണ്. പുതിയ ജീവിതത്തിലേക്ക് ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരിക. യേശു നിങ്ങളെ വിളിക്കുകയാണ്. യേശുവിന്റെ പുതിയ ജീവിതത്തിലേക്ക് നിങ്ങളെ വിളിക്കുന്നു. ഇന്നവരെ ജീവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതത്തിലേക്ക് ദൈവം നിങ്ങളെ വിളിക്കുന്നു. എത്ര പേർ വിളി കേൾക്കുന്നു? അവർ ദൈവത്തെ സ്തുതിക്കാം. അവർ പറയാ, കർത്താവേ, ഞാൻ നിന്നെ തേടുന്നു, ഞാൻ അങ്ങയെ തേടുന്നു, ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അങ്ങയെ തേടുന്നു, ഞാൻ അങ്ങയെ തേടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തോട് സന്നിധിയിൽ കരങ്ങൾ പിരിച്ചു പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ദൈവമേ, ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ ഓപ്പണാക്കണമേ, ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ, ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ഓപ്പണാക്കണമേ. കരഘോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച്, കരഘോഷത്തോടെ, കരഘോഷത്തോടെ. ഒരിക്കൽ കൂടി ഓരോ ശക്തിയോടെ, കരഘോഷത്തോടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളെ വേർതിരിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളെ മാറ്റണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വപ്നത്തിൽ പാമ്പിനെ കാണുക, അതുപോലെ തന്നെ വലിയ വലിയ അപകടങ്ങൾ, അനർത്ഥങ്ങൾ കണ്ട് ഞെട്ടി ഉണരുക. പിന്നെ രാത്രിയിൽ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ ദേഹത്ത് വന്ന് പാമ്പ് വന്ന് വീണെന്ന് വിചാരിച്ച് നമ്മൾ ചാടി എഴുന്നേൽക്കുക. അങ്ങനെ നമുക്ക് സ്വപ്നം ഒരു അസ്വസ്ഥതയായി മാറുകയാണ്. രാത്രിയിൽ ഉറങ്ങാൻ പേടിയാക്കുക. കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അസ്വസ്ഥത പിടിച്ച സ്വപ്നങ്ങളാണ് കടന്നു വരുന്നത്. അപ്പം ഇങ്ങനെ ഉള്ള അസ്വസ്ഥത നിമിത്തം നമ്മൾ എന്നാൽ ഏതെങ്കിലും തരത്തിൽ അങ്ങ് ഉറങ്ങാം എന്ന് വിചാരിച്ചുകൊണ്ട് ഈ സ്ലീപ്പിംഗ് പീസ് എടുക്കുന്നവരുണ്ട്, ഉറക്കഗുളിക എടുക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ, മദ്യം ഒരുപാട് കുടിച്ചിട്ട് കിടക്കുന്നവരുണ്ട്. എന്നാലും സ്വപ്നം കാണും. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് എന്ന് അവർക്കറിയില്ല. ചിലവർ പോയി സൈക്കാട്രിയെ കാണാറുണ്ട്, ചിലവർ കൗൺസിലിങ്ങിന് വന്ന് പറയാറുണ്ട് കടന്നു കഴിഞ്ഞാൽ ഉറക്കം വരുന്നില്ല, സ്വപ്നമാണെന്നാണ്. അപ്പോൾ ചിലയിടത്ത് ചെല്ലുമ്പോൾ ചില സഹോദരങ്ങൾ പറയും ഇത് ബന്ധനമാണ് എന്ന് പറയും. അപ്പോൾ എന്ത് ബന്ധനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നോ ഐഡിയ, അവർക്കറിയില്ല. പക്ഷെ എന്തോ ബന്ധനമാണെന്ന് അവർക്കറിയാം. അപ്പോൾ ഈ സ്വപ്നത്തിലൂടെ നമ്മളെ ഡാമേജ് ആക്കുന്ന, അല്ലെങ്കിൽ
സ്വപ്നത്തിലൂടെ നമ്മളെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പ്രശ്നമുണ്ടാക്കുന്ന തരത്തിൽ, നമ്മളെ അലട്ടുന്ന തരത്തിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മളത് 2-3 പ്രാവശ്യമായിട്ട് ഡെലിവറൻസ് ചെയ്ത് കളയണം. ബാച്ചിലേഴ്സ് ആണെങ്കിൽ അവർ വിവാഹം കഴിഞ്ഞ് അവർക്കൊരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഇതിനെ ട്രാൻസ്ഫർ ആവാനായിട്ട് സാധ്യതയുണ്ട്. ഈ സിസ്റ്റം, നിങ്ങൾ അനുഭവിക്കുന്ന ഈ സിസ്റ്റം ട്രാൻസ്ഫർ ആവും, അടുത്ത തലമുറയിലേക്ക് പോകും. അപ്പം അടുത്ത തലമുറയിലേക്ക് പോകാതെ ഇരിക്കണമെങ്കിൽ സ്പിരിറ്റിനെ ജയിച്ച ഒരൊറ്റ ശക്തിയേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശുവിനെ വെച്ചല്ലാതെ ഇതിലൊരു വിടുതലില്ല. യേശുവിലേക്കൊരു വ്യക്തി വന്നിട്ടാണ് ഇതിനകത്ത് വിടുതലുള്ളത്. ഇങ്ങനെ ഉള്ള ഈ സ്വപ്നത്തിലൂടെ ശല്യം ചെയ്യുന്ന ഈവിൾ സ്പിരിറ്റ്, ആ സ്പിരിറ്റിനെ പറയുന്ന പേരാണ് മോൺസ്റ്റർ എന്നാണ് പറയുന്നത്. മോൺസ്റ്റേഴ്സ് എന്നാണ് അതിനെ പറയുന്നത്. ആ സ്പിരിറ്റിൻ്റെ പേരതാണ്. അതായത് കടലിലുള്ള ഒരു രാക്ഷസനെ പോലെയാണ് അതിനെ കാണുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഉള്ള വിഷയം എന്ന് പറയുന്നത്, ഇതെങ്ങനെയാണ് ഒരു വ്യക്തിയിൽ കയറുന്നത്, ഒരു വ്യക്തിയിൽ ഈ മോൺസ്റ്റർ കയറുന്നത് എങ്ങനെയാണ്. എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. മോൺസ്റ്റർ പ്രവേശിക്കുന്ന ഒരു ശരീരത്തിൽ അവർ പലതരത്തിലുള്ള സൈക്കാട്രിയെ പോയി കാണുന്നുണ്ട്, അത് കണക്ക് സൈക്കോളജിസ്റ്റിനെ കാണുന്നുണ്ട്, ഒരുപാട് മരുന്നുകളൊക്കെ കൊടുക്കുന്നുണ്ട്, പല പേരുകൾ പറഞ്ഞുകൊണ്ട് പല ഇതിൻ്റെ രോഗം ഇതാണെന്ന് പറയും. പക്ഷേ അവർക്ക് പ്രയോജനമില്ല, സൗഖ്യമാകുന്നില്ല. ഞാൻ ദുബായിൽ ധ്യാനം നടത്തുന്ന സമയത്ത് കുണ്ട്രയിൽ ഉള്ള ഒരു സഹോദരൻ, ആ ഒരു മകൻ കൊല്ലത്ത് ഒരു കുഞ്ഞിനെ, പെൺകുട്ടിയെ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് പത്രത്തിൽ വന്നില്ലായിരുന്നല്ലോ, നമുക്ക് ഓർമ്മയുണ്ടല്ലോ. കൊല്ലത്താണോ ആണെന്ന് തോന്നുന്നല്ലേ, പക്ഷെ കൊണ്ടുവിടുന്നത് കൊല്ലത്തായിരുന്നു അല്ലേ, നമ്മുടെ ആ കൊല്ലം ചിന്നക്കടയുടെ അവിടെയുള്ള മൈതാനത്തിൻ്റെ അവിടെയാണ് കൊണ്ടുവിടുന്നത് അല്ലേ. ഈ പെൺകുഞ്ഞിനെ കിട്ടിയ ഉടനെ ആ വീട്ടുകാരുടെ ഒരു കരച്ചിലിൻ്റെ വീഡിയോ എങ്ങനെയോ സോഷ്യൽ മീഡിയ വഴി ഇവൻ്റെ കിട്ടി. ഇവൻ ആ വീഡിയോ കണ്ടതിന് ശേഷം, അത് ഇവൻ ജോലി സ്ഥലത്ത് നിന്നുകൊണ്ടാണ് കണ്ടത്, ജോലി സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഇവൻ ഈ വീഡിയോ കണ്ടു. അവിടെ വെച്ച് ഇവൻ വീട്ടുകാരോട് ചേർന്ന് വീഡിയോ കണ്ടുകൊണ്ട് ഇവൻ കരയാൻ തുടങ്ങി. ആ കരച്ചിൽ ഇവന് നിർത്താൻ വയ്യ, അവൻ്റെ രോഗം അതാണ്. ഒന്ന് കരഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കരച്ചിൽ നിൽക്കത്തില്ല. അത് എന്തെങ്കിലും ഒരു സങ്കടം ഇവൻ കണ്ടാൽ മതി, കരച്ചിൽ നിൽക്കത്തില്ല. ദുബായിലെ മീറ്റിങ്ങിൽ വെച്ച് ആ പയ്യൻ വന്നു, എന്നെ കാണാനായിട്ട് കടന്നു വന്നു. അവർ പറഞ്ഞു, ഇതെനിക്ക് ബ്രദറെ എനിക്കിങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ എൻ്റെ ഈ ടാബ്ലറ്റ്സ് എല്ലാം എന്നെ കാണിച്ചു തന്നു, ഞാൻ കഴിക്കുന്ന ടാബ്ലറ്റ്സ് ഇതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു തന്നു. അവർ ഇതുപോലെ തന്നെ സ്പിരിറ്റിനെ ഡെലിവറൻസ് ആ ശരീരത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷമാണ്. അപ്പോൾ ഇവൻ ഈ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവർ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വിളിച്ചു, ഇവനെ ചികിത്സിക്കുന്ന ഡോക്ടറിനെ വിളിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു, നിങ്ങളെ ചികിത്സിപ്പിക്കുന്ന ഡോക്ടർ മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൂടെ ആയപ്പോൾ ഡബിൾ കരച്ചിലായി. പിന്നെ കരച്ചിൽ നിൽക്കുമോ, കൂനുമേ കുരു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്പിരിറ്റിനെ പുറത്ത് കളയുന്നത്. പുറത്ത് കളഞ്ഞ് 2-3 പ്രാവശ്യത്തെ ഡെലിവറൻസ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കരച്ചിൽ സ്റ്റോപ്പായി. അല്ലെങ്കിൽ ആ ജോലി പോയി നാട്ടിൽ വരേണ്ടതാണ്. കരച്ചിൽ അതിന് ഡോക്ടർമാർ OCD ആണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല പേരുകൾ പറഞ്ഞു. പക്ഷെ അവർക്ക് പേരുകളെല്ലാം അവർ പറയുന്നുണ്ടെങ്കിലും അവർക്ക് ഒരാളെ വിടുതലിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കാലതാമസം എടുക്കുന്നത്. ഇത് ഒരൊറ്റ ഡെലിവറൻസ് വഴി വിടുതലിലേക്ക് വരികയാണ്, രക്ഷപ്പെട്ടു അവർ. ഇപ്പം നിങ്ങളിത് പറയുന്നത് അതുപോലെ മറ്റൊരു മേഖലയാണ്. ഈ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ഭീമമായ ഭയങ്ങൾ നമുക്കുണ്ടാക്കി തരിക. ഒരിക്കൽ ഒരു വീട്ടിൽ കടന്നു ചെന്നപ്പോൾ ആ വീട്ടിലെ അവർ പറഞ്ഞതാണ്, ബ്രദറെ ഇവിടെ ഒരു വിഷയമുണ്ട്. ഇവിടെ ആ റൂമിൽ ആര് കിടന്നാലും രാത്രി ഒരു നല്ല ഡീപ്പ് സ്ലീപ്പിംഗ് ആയിരിക്കുന്ന സമയത്ത് ഒരു വലിയ പാമ്പ് വന്ന് ദേഹത്ത് വീഴും. നമ്മൾ ഈ ബെഡ്ഷീറ്റെല്ലാം കൂടെ എടുത്ത് എറിഞ്ഞിട്ട് അലറി വിളിച്ചുകൊണ്ട് ഓടും. ഇനി ആര് കിടന്നാലും പാമ്പ് ദേഹത്ത് വീഴും. പക്ഷെ പാമ്പിനായിട്ട് കാണത്തില്ല. കറക്റ്റായിട്ട് പാമ്പിനെ അനുഭവിക്കാൻ പറ്റും, പക്ഷെ പാമ്പിനെ കാണത്തില്ല. അങ്ങനെ അലറി വിളിച്ചു ഓടുകയാണ്. ഇത് പല കുടുംബത്തിലും നമ്മൾ പ്രാർത്ഥിക്കാൻ കടന്നു ചെല്ലുമ്പോൾ പലരും പറയുന്നൊരു കാര്യമാണ്. ഞാൻ എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ പറയാം. പാമ്പ് ദേഹത്ത് വീഴുന്നത് പോലൊക്കെ കണ്ട് പേടിച്ചിട്ടുള്ള, അങ്ങനെ വളർന്നിട്ടുള്ള, സ്വപ്നത്തിൽ വളർന്നിട്ടുള്ള ഇതെല്ലാം ഈ മോൺസ്റ്ററാണ്. CM മോൺസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു
മോൺസ്റ്ററിൻ്റെ ഒരു സ്പിരിറ്റാണിത്. അപ്പോൾ ഈ സ്പിരിറ്റ് അറ്റാക്ക് ചെയ്തിട്ടുള്ള വ്യക്തികൾ ജീവിതത്തിൽ ഉയരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ജീവിതത്തിൽ എന്നും ചതഞ്ഞ് 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 എന്നും കിടക്കും. ഒരിക്കലും വചനത്തിലേക്ക് വരുത്തില്ല. പ്രാർത്ഥനാനുഭവത്തിലേക്കോ വചനത്തിലേക്കോ ഒന്നും ഇവർക്ക് ഒരിക്കലും വരാൻ സാധിക്കത്തില്ല. യേശുക്രിസ്തു ഒരു വചനം പറയുന്നുണ്ട്, നിങ്ങൾ ബൈബിൾ എടുത്താൽ കൊള്ളാം. ആ വചനത്തിൽ ഇപ്രകാരമാണ് യേശു പറയുന്നത്. അതായത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൽ 22-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഒരുത്തനെ ഡെലിവറൻസ് ചെയ്യണോ, ഒരുത്തന് വിടുതൽ കൊടുക്കണോ, ഒരാൾക്ക് മോചനം കൊടുക്കണോ, അവനെ രക്ഷപ്പെടുത്തണോ, എല്ലാം വചനമായ യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിൻ്റെ വചനമായ യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അടുത്തത്, പുത്രൻ ആരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. പുത്രന് മാത്രമേ. എന്താണ് അവിടെ അടുത്തത് പറയുന്നത്? എന്താണെന്ന് നോക്കിയേ. പുത്രൻ ആരാണെന്ന്. ഈ പുത്രൻ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യനെ പോലെ കാണുന്നുവെങ്കിലും ഇസ്രായേൽക്കാർ നോക്കിയപ്പോൾ മനുഷ്യരെ പോലെ കാണുന്നു. അതുകൊണ്ട് അവർ പ്രവാചകനാണെന്ന് വിളിച്ചു. കാരണം ദൈവം ഒരു മനുഷ്യനെ പോലെ വരികയില്ലല്ലോ. അതുകൊണ്ട് മറ്റ് പലവർക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. മാനുഷിക ബുദ്ധിയിൽ അവരെല്ലാം യേശുവിനെ പ്രവാചകനായി അവർ കണ്ടു. അതൊക്കെ മാനുഷിക ബുദ്ധിയിൽ കാണുന്നതാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ ആരാണ്, ഞാൻ എന്താണെന്ന് അത് മനുഷ്യർ എന്നെ നോക്കിക്കഴിഞ്ഞാൽ അവന്മാർക്ക് മനസ്സിലാകത്തില്ല. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് ദൈവം വിചാരിക്കണം. ദൈവത്തിന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ ഞാൻ ആരാണെന്നുള്ളത്. അതുകൊണ്ടാണ് പിതാവല്ലാതെ മറ്റാരും അറിയുന്നില്ല. തുറന്നു വായിക്കുമ്പോൾ പിതാവ് ആരെന്ന് പുത്രനും, പുത്രൻ ആർക്ക്, പിതാവ് ആരാണെന്നുള്ളത് പുത്രനെ അറിയത്തുള്ളൂ. അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ട്. ഇവർ രണ്ടുപേരും പിതാവിനെ പുത്രൻ ആരാണെന്നുള്ളത് പിതാവ് നമുക്ക് വെളിപ്പെടുത്തി തരണം, പിതാവ് ആരാണെന്നുള്ളത് പുത്രൻ വെളിപ്പെടുത്തി തരണം. ഇവർ രണ്ടുപേരും വെളിപ്പെടുത്തി തരാതെ മനുഷ്യർക്ക് മനസ്സിലാവുകയില്ല. മനുഷ്യർക്ക് മാനവീയതയുടെ ഊട്ടയിലൂടെ നമ്മൾ നോക്കും, നിരീശ്വരവാദത്തിൻ്റെ ഊട്ടയിലൂടെ ഹോളിലൂടെ നമ്മളിങ്ങനെ നോക്കും. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെ നമ്മൾ തന്നെ നമ്മളെ സ്വയം മണ്ടന്മാരാക്കി മാറ്റും. ഇപ്പം നമ്മൾ കണ്ടില്ലേ, പുതിയ ഇപ്പം കൂടുതൽ പഠനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ആദത്തിന് മുമ്പ് ഹവ്വയെ അല്ല വിവാഹം കഴിച്ചത്, ലില്ലിത്ത് എന്ന് പേരുള്ള ഒരു സ്ത്രീയാണ് വിവാഹം കഴിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കിംവദന്തികളൊക്കെ വരുന്നുണ്ടല്ല. അപ്പം നമുക്ക് എന്ത് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സീ മോൺസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആത്മാവാണെങ്കിൽ അവർക്ക് അതിനോട് വലിയ താല്പര്യം. കാരണം പുതിയത് കണ്ടെത്തി. ഒരു കോടിക്കണക്കിന് ജനങ്ങൾ വിശ്വസിച്ച് വന്ന ആദ്യ മാതാവ് ഹവ്വയാണെന്നുള്ള ബൈബിളിൽ പോലും എഴുതിയിരിക്കുന്നത് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കാത്തതും എന്നാൽ വ്യാജമായി ഇതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായ ഒരു ക്യാരക്ടർ നമ്മുടെ അകത്ത് കൊണ്ടിട്ട് തരും. അപ്പോൾ നമുക്ക് ബൈബിളിൽ ഹവ എന്ന് കണ്ടാൽ നമുക്ക് ഇച്ചിച്ചിയായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ലില്ലിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കും. നമുക്ക് അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടാക്കി തരും. എന്നാൽ ലില്ലിത്താണെന്നുള്ളതിന് തെളിവുണ്ടോ? നോ, തെളിവില്ല. എപ്പോൾ ഇറങ്ങിയതാണ് ഈ ഒരു വിശ്വാസം? എപ്പോൾ ഇറങ്ങിയതാണ്? ഇത് ആദ്യകാലം പോലെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാലും അതിനൊന്നും ബോധമില്ല. എവിടോ കേട്ടിട്ടുണ്ട് ലില്ലിത്താണെന്ന്. അപ്പോൾ എവിടോ കേട്ടത് ഞാനങ്ങ് വിശ്വസിക്കാൻ കാരണം എന്താ? മോൺസ്റ്ററിൻ്റെ ശല്യം, മോൺസ്റ്ററിൻ്റെ വ്യാപനം ഇവരുടെയൊക്കെ ശരീരത്തിലുണ്ട്. അത് കാരണമാണ് അവർ വിശ്വസിക്കുന്നത്. ഈ സീ മോൺസ്റ്ററിൻ്റെ സ്പിരിറ്റുള്ളവർ അവർ സെക്കുലറിസത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും. അവരെല്ലാ ദൈവങ്ങളിലും എല്ലാ ബിംബങ്ങളിലും എല്ലാ മേഖലയിലും അവർ വിശ്വസിക്കും. അവരൊരിക്കലും ക്രിസ്തുവിനെ പുകഴ്ത്തി പറയത്തില്ല. ബാക്കി മതങ്ങളെ ആരെ വേണമെങ്കിലും ഇവർ പുകഴ്ത്തി പറയും. അവരുടെയുള്ള പ്രവാചകന്മാരെ, അവരുടെയുള്ള വിശുദ്ധന്മാരെയൊക്കെ ഇവരൊക്കെ പുകഴ്ത്തി പറയാൻ തോന്നും. പക്ഷെ ക്രിസ്തുവിനെ ഒരിക്കലും ഇവർ പുകഴ്ത്തി പറയത്തില്ല. ക്രിസ്ത്യാനികൾ കൊള്ളില്ലെന്ന് പറയും. ക്രിസ്തുവും കൊള്ളില്ല, ക്രിസ്ത്യാനികളും കൊള്ളില്ല. കാരണം പിശാച് ഒരിക്കലും പുത്രനെ പുകഴ്ത്തി പറയാൻ അനുവദിക്കത്തില്ല. അപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഹവ്വയ്ക്ക് മുമ്പ് ലില്ലിത്ത് എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ അയാളുടെ നാവ് പരിശോധിക്കുക. അയാൾ ഒരിക്കലും ക്രിസ്തുവിനെ പുകഴ്ത്തി പറയാത്ത ഒരാളായിരിക്കും. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും അയാൾ ഇനി ആക്ട് ചെയ്ത് ക്രിസ്തുവിനെ നാളെ പുകഴ്ത്തി പറഞ്ഞാൽ പോലും അതിൻ്റെ അകത്ത് ഒരു ദുരുപദേശം ഉണ്ടാവും. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവം വിചാരിക്കണം.
ദൈവം വെളിപ്പെടുത്തി തരാത്ത ഒരാൾക്ക് അത് മനസ്സിലാകത്തില്ല. അടുത്ത വാക്യം എന്താണ് വായിച്ചേ? എല്ലാവരും ഒന്ന് വായിച്ചേ. അവൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു, നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. എന്തെന്നാൽ ഞാൻ പറയുന്നു, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. ഇതാണ്. അപ്പം ഇവിടെ പറയുവാണ്, 22 ഒന്നും കൂടെ വായിക്കാം. എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ആരാണെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. പിതാവ് ആരാണെന്ന് പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അതാണ് നമ്മൾ വായിക്കാനുള്ളത്. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അവനും അല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ചാൽ പുത്രൻ വന്ന് വെളിപ്പെടുത്തണം പിതാവ് ആരാണെന്ന്, പുത്രൻ ആരാണെന്നുള്ളത്. അവർ വെളിപ്പെടുത്തി തന്നാൽ മാത്രമേ നമുക്കൊരു വിശ്വാസിയാകാൻ പറ്റത്തുള്ളൂ, ഒരു വിശ്വാസിയാകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മളിനി എത്ര കൗൺസിലിങ്ങിന് ഇരുന്നോ എത്ര ധ്യാനം ഇരുന്ന് കൂടിയോ ഇതൊന്നും നിങ്ങൾക്ക് വിഷയമായിരിക്കത്തില്ല. നിങ്ങൾ 2 കാര്യത്തിന് വാതുറക്കും. ഒന്ന്, നിങ്ങൾ കോട്ടുവ ഇടാൻ വാതുറക്കും. 2, ഫുഡ് അടിക്കാൻ വാതുറക്കും. ഇതല്ലാതെ വേറൊന്നിനും നിങ്ങൾ ഈ ധ്യാനയന്ത്രത്തിൽ വന്ന വാതുറക്കത്തില്ല. മനസ്സിലായോ? അതെന്താ കാരണം? വാ കെട്ടി വെച്ചിരിക്കുക. കെട്ടേണ്ടവൻ നിങ്ങളെ കെട്ടി വെച്ചിരിക്കുക. അത് കാരണം ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടോ, അപ്പോൾ ഈ പാമ്പിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ദുർസ്വപ്നങ്ങൾ ഉറക്കത്തിൽ കണ്ടു കഴിഞ്ഞു നമ്മൾ ഞെട്ടി ഉണരുന്നവരാണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, ഞാൻ പറയുന്നത് നോട്ട് ചെയ്തോ. നിങ്ങൾക്ക് ഒരു വിടുതൽ ഈ ജന്മത്തെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഡെലിവറൻസിലേക്ക് വന്നേ പറ്റൂ. നിങ്ങൾ എത്രയോ പേരാണ് എത്രയോ ദൂരെ യാത്ര ചെയ്ത് ഡെലിവറൻസ് വരവുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോകുന്നത്. എത്ര പേരാണെന്നറിയോ? അവരൊക്കെ മണ്ടന്മാരായിട്ടല്ല, അവർക്കറിയാം ഡെലിവറൻസ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ഉയർച്ച, ഡെലിവറൻസ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ മാറ്റങ്ങൾ, അവരുടെ മനസ്സിനുണ്ടാകുന്ന സമാധാനങ്ങൾ വലുതാണെന്ന് കണ്ടപ്പോഴാണ് ലോകം ഡെലിവറൻസ് ശുശ്രൂഷയിലേക്ക് സ്വയം നിന്നു കൊടുക്കാൻ തുടങ്ങിയത്. യേശുവേ ആരാധന, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, രണ്ടാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 100 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 200, 300, 1000 വർഷങ്ങൾക്ക് മുമ്പ് ആ കാലഘട്ടങ്ങളിലെ ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഡെമൻസ്, ഈ ഡെമൻ ഇന്നത്തെ നൂറ്റാണ്ടിൽ ഒരാളിൽ വേണമെങ്കിൽ പ്രവേശിക്കാം. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് 1000 കൊല്ലത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഡെമൻ. ഈ ഡെമനൊന്നും മരണങ്ങളില്ല, അവർക്കൊക്കെ ലാസ്റ്റാണ് അവരുടെയൊക്കെ കെട്ടുകൾ, അല്ലെങ്കിൽ അന്നുള്ളവർ അഴിക്കണം, അന്നുള്ളവർ ഇവനെ ബന്ധിക്കണം. ബന്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ 1000 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ആ കൾച്ചറിൽ ജീവിച്ചിരുന്ന ഒരു ഡെമന് ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരാളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന് രീതികൾക്ക് വ്യത്യാസം ഉണ്ടാവും. പ്രവേശിക്കുന്ന ആളിൻ്റെ സ്വഭാവം മാറും, പ്രവേശിക്കുന്ന ആളിൻ്റെ രീതികൾക്ക് വ്യത്യാസം വരും. നമ്മൾ കണ്ടിട്ടില്ലേ, ചില കുടുംബങ്ങളിൽ ഈ ഡെലിവറൻസിലേക്ക് വരുമ്പോൾ ചില കുടുംബങ്ങളിൽ ഇവർ ഒരു പഴഞ്ചൻ രീതി നടക്കുന്നതാണ്. പഴഞ്ചൻ രീതി എന്ന് പറഞ്ഞാൽ വാഹനം കൊണ്ട് നിർത്തിയാൽ, കാർ കൊണ്ട് നിർത്തിയാൽ ഞാൻ കയറത്തില്ല, എനിക്ക് പേടിയെന്ന് പറയും. ശരി, മീനാണെങ്കിൽ കറി വെച്ച് മസാലയൊക്കെ വെച്ച് കറി കൊടുത്താൽ പറയും എനിക്ക് ഇത് വേണ്ട, ചുട്ടാണെങ്കിൽ ഞാൻ കഴിച്ചോളാം. അപ്പോൾ ഇവൻ എത്ര വർഷം പുറകിലോട്ട് പോയി? അണ്ട, ആയിരക്കണക്കിന് വർഷം പുറകോട്ട് പോയി. മനസ്സിലാകുന്നുണ്ടോ? അത് ചുട്ടാണെങ്കിൽ ഞാൻ കഴിച്ചോളാം. ഇതൊക്കെ ഞങ്ങൾ ഡീൽ ചെയ്തൊരു കേസാണ് കേട്ടോ, ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള കേസാണ് ഞാൻ പറയുന്നത്. പിന്നെ വസ്ത്രമൊക്കെ ധരിക്കുന്നത്, ഈ നമ്മളിപ്പോൾ മോഡേൺ ആയിട്ടുള്ളൊരു വസ്ത്രമൊന്നും ഇറങ്ങിയാൽ അതൊന്നും ധരിക്കത്തില്ല. വസ്ത്രമൊക്കെ ധരിക്കുന്ന രീതികൾക്കൊക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മൾ എത്ര പറഞ്ഞാലും അവർ കേൾക്കത്തുമില്ല. അതെനിക്ക് ഈ വലിയ ലൈറ്റ്, ഇതുപോലത്തുള്ള ലൈറ്റൊക്കെ വരുവാണെങ്കിൽ പറയും ഞാൻ അവിടെ നിന്ന് വന്നിരിക്കും, എനിക്ക് ലൈറ്റ് ഇഷ്ടമല്ല. ചെറിയ ലൈറ്റൊക്കെ ആണെങ്കിൽ ഇരിക്കും, കാരണം അന്ന് ഈ കറണ്ട് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇത് ചെറിയ ലൈറ്റൊക്കെ ആണെങ്കിൽ ഇരിക്കാം, വലിയ ലൈറ്റിലൊന്നും ഇരിക്കത്തില്ല. ഇങ്ങനെയാണ് ഇഷ്ടം. നടപ്പ്, പോക്ക്, ഈ രീതികളെ, ഇവരുടെ സംഭാഷണ രീതികൾ,
ചിലപ്പോൾ നമ്മൾ ഡെലിവർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്നത് ഏത് ഭാഷയാണെന്ന് പോലും നമുക്ക് മനസ്സിലാവത്തില്ല. ഈ 1000 വർഷത്തിന് മുമ്പുള്ള ഭാഷയാണ്ടാണ് പറയുന്നത്. 1000 വർഷത്തിന് മുമ്പുള്ള സ്പിരിറ്റ് ഒരാളിൽ പ്രവേശിക്കാം. ചിലവരതിനെ പറയും, ഇതെൻ്റെ അപ്പൂപ്പൻ ആരാണ്ടോ കയറിയ ബാധയാണ്, അപ്പൂപ്പൻ്റെ അതേ രീതിയാണ് എന്നൊക്കെ പറയും. അപ്പൂപ്പൻ കയറിയതുമല്ല, അമ്മൂമ്മ കയറിയതുമല്ല, അത് പഴക്കം ചെന്ന സ്പിരിറ്റ് ഇവൻ്റെ ദേഹത്ത് കയറുന്നതാണ്. കയറിയിട്ട് ആ സ്പിരിറ്റ് നിയന്ത്രിക്കും ഇവൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പോകണം എന്നുള്ളത്. അവർ പിന്നെ ഈ സ്പിരിറ്റാണ് പിന്നീട് രീതിക്കുന്നത്. ഹല്ലേലൂയ. ഈ സ്പിരിറ്റിൻ്റെ പ്രത്യേകത, ഈ സ്പിരിറ്റും സുവിശേഷ വിരോധിയായിരിക്കും. സുവിശേഷത്തിൻ്റെ വിരോധം ഭയങ്കരമായിരിക്കും. എങ്ങനെയാണ് സുവിശേഷ വിരോധം വരുന്നത്? എങ്ങനെയാണ്? ഇപ്പം പുറകോട്ടുള്ള, ഇപ്പം BC നൂറ്റാണ്ടിലേക്കൊക്കെ പുറകോട്ട് പോവുകയാണെങ്കിൽ ഈ സ്പിരിറ്റ് എപ്പോഴും അവർ ഈ വേൾഡ് കീഴടക്കിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അവർ പുറകോട്ട് യാത്ര ചെയ്യിപ്പിക്കും, നിങ്ങളെ കൊണ്ട് യാത്ര ചെയ്യിപ്പിച്ചിട്ട് ഈ വേൾഡ് അവർ കീഴടക്കി അവരുടെ ഒരു ഭരണം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ആ കൾച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതെന്താണ്? അവർ വേൾഡ് കീഴടക്കി ഭരിച്ചിരുന്ന കാലഘട്ടം ഏത്? പല കാലഘട്ടങ്ങളും. ഒന്ന് ബാബിലോണിൻ്റെ കാലഘട്ടത്തിൽ അവർ ഭരിച്ചതാ. അതുപോലെ തന്നെ സോദോം ഗോമോറ അവരാ ഭരിച്ചിരുന്നത്, സ്പിരിറ്റുകളായിരുന്നു ഭരിച്ചിരുന്നത്. അങ്ങനെ സ്പിരിറ്റുകൾ ഭരിച്ച അസിറിയ സ്പിരിറ്റ് ഭരിച്ചതാ, അസിറിയ. അതുകൊണ്ട് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പോലും ദാനിയേൽ പറയുന്നുണ്ട്, ഇവിടുത്തെയൊക്കെ സ്പിരിറ്റുകളും മിഖായേൽ മാലാഖയും തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെയൊക്കെ ഉള്ള ഈ രാജ്യങ്ങളുടെയൊക്കെ സ്പിരിറ്റും മിഖായേൽ മാലാഖയും തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ദേശത്തിനും ആ ദേശത്തിൻ്റെ കൾച്ചറിൻ്റെ വ്യവസ്ഥ അനുസരിച്ചിട്ടാണ് സ്പിരിറ്റ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അമേരിക്ക, അത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു രാജ്യമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ പിന്നെ ആര് നയിക്കുന്നതായിരിക്കും? അതതിൻ്റെ വ്യത്യാസം അതാണ്. അപ്പോൾ ഓരോ രാജ്യത്തിനും നയിക്കപ്പെടുന്നതിന് ഓരോ കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മുടെ ദേഹത്ത് ഏതെങ്കിലും തരത്തിൽ കയറുന്ന സ്പിരിറ്റുകൾ കയറിക്കഴിഞ്ഞാൽ ഏതെങ്കിലും സ്പിരിറ്റുകളായിരിക്കും. ഒന്നെങ്കിൽ സോദോം ഗോമോറയെ കൺട്രോൾ ചെയ്തതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അസിറിയയെ കൺട്രോൾ ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ ബാബിലോണിനെ കൺട്രോൾ ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ ഈജിപ്ഷ്യനെ കൺട്രോൾ ചെയ്ത്. ഇവരെയൊക്കെ കൺട്രോൾ ചെയ്ത സ്പിരിറ്റുകൾ ആഭിചാരവുമായി ബന്ധപ്പെട്ടതാണ്. ഈ സ്പിരിറ്റുകൾ നമ്മുടെ മേൽ കയറിക്കഴിഞ്ഞാൽ ഈ സ്പിരിറ്റുകളെല്ലാം യാഹ്വേക്കെതിരെ യുദ്ധം ചെയ്തതാണ്. ഇവരെല്ലാം പ്രാർത്ഥനയ്ക്കെതിരെയും പള്ളിക്കെതിരെയും എല്ലാത്തിനെതിരെയും നിലനിന്നവരാണ് ഈ സ്പിരിറ്റുകൾ. ഇപ്പോൾ സോദോം ഗോമോറയെ കൺട്രോൾ ചെയ്യുന്ന സ്പിരിറ്റ് ആണെങ്കിൽ ദൈവത്തിനെ പോലും വെല്ലുവിളിക്കും. കൺട്രോൾ ചെയ്യുന്ന സ്പിരിറ്റ് ആണെങ്കിൽ, ഈ സ്പിരിറ്റാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ ദൈവത്തെ പോലും വെല്ലുവിളിക്കും. ആ വെല്ലുവിളിക്കുന്നത് വലിയ മഹാത്മ്യമാണെന്ന് സ്പിരിറ്റ് പറഞ്ഞു കൊടുക്കും. സ്പിരിറ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, അത് വലിയ മഹാത്മ്യം, നീ ഭയങ്കര സംഭവമാണ് ചെയ്തതെന്ന് പറഞ്ഞു കൊടുക്കും. ഈ ആർക്കാണ് ദൈവത്തെ തെറി വിളിക്കാൻ പാടില്ലത്? ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങൾക്ക് പറ്റത്തില്ല, അത് വലിയ ആനക്കാര്യമാണ്. പക്ഷെ ആ ഒരു കാര്യത്തെ ഭയങ്കരമായി പൊക്കി പറയും, നീ ഭയങ്കര സംഭവമാണെന്ന് പറയും. ഈ സംഭവമാണെന്ന് പറയുമ്പോൾ ഈ നമ്മളെന്ത് പറയട്ടെ, നമ്മളങ്ങ് അകത്തിങ്ങനെ പൊങ്ങി നമ്മളിങ്ങനെ പോകുമല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ പറയുക, ഞാൻ എൻ്റെ ഇടവകയിൽ എൻ്റെ അച്ഛൻ എന്നോട് എങ്ങനെ പറഞ്ഞു, ഞാൻ എന്ത് പറയട്ടെ കാറ്റീസം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അച്ഛനെ കുത്തിന് പിടിച്ച് ഞാനങ്ങ് പൊക്കി അങ്ങ് നിർത്തി. ഇപ്പം നിങ്ങളിത് ഭയങ്കര സംഭവമായിട്ടാണ് പറയാം. അപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ആൾ പറയാം, അത് കൊള്ളാടാ, അങ്ങനെ പൊക്കി നിർത്തണമായിരുന്നു എന്ന് കേട്ടോണ്ടിരിക്കുന്നവനും പറയുന്നു. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു റൗണ്ടിൻ്റെ അകത്ത് നിൽക്കുന്നവരുടെ മുമ്പിൽ ഇവൻ ലീഡറാണ്, ഈ അച്ഛനെ പൊക്കിയവൻ ലീഡറാണ്. അവനെക്കൊണ്ട് പൊക്കിപ്പിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടെന്നുള്ളത് അവ അറിയുന്നില്ല. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഹല്ലേലൂയ. അപ്പോൾ നമുക്കിവിടെ സുവിശേഷം വരുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത് സോദോം ഗോമോറയുടെ വിഷയം എന്തായിരുന്നു? സോദോം ഗോമോറ അതിൽ തിന്മയും വ്യഭിചാരവും മദ്യപാനവും ഇതെല്ലാം കൂടെ നിറഞ്ഞതായിരുന്നു സോദോം ഗോമോറ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ, ഈ സ്പിരിറ്റുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കും? മദ്യപാനമോ മയക്കുമരുന്നോ വ്യഭിചാരം തുടങ്ങിയ
എല്ലാവിധ തിന്മയിലേക്കും നിങ്ങളെ വലിച്ചെടുത്തുകൊണ്ട് പോകും. സൊദോം ഗൊമോരയിലുള്ളവർ ഒരിക്കലും ദൈവത്തെ അനുസരിച്ചിരുന്നില്ല, നിങ്ങളും ദൈവത്തെ അനുസരിക്കത്തില്ല. അത് നിങ്ങൾക്ക് ഒരു ഇച്ചിച്ചിയായിട്ട് ഫീൽ ചെയ്യും. അവിടെ നിങ്ങൾ ജയിക്കുകയല്ല, നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെടുകയാണ്. ചില കുടുംബത്തിൽ അപ്പനും അമ്മയ്ക്കും ഒരു മോനെ കാണത്തുള്ളൂ. മോൻ എന്താണ്? മോൻ 7ാം ക്ലാസ് മുതൽ ഊത്ത ജോലി. ഇവൻ എത്ര നാൾ ജീവിക്കാൻ പറ്റും? ഇവൻ എത്ര നാൾ? 7ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് മുതൽ അവനെ സ്പിരിറ്റ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പനും അമ്മയും കുറേ സ്വത്തുണ്ടാക്കിയിട്ടുണ്ട്. ആര് കൊണ്ടുപോകും? ചേട്ടൻ്റെ അനിയൻ്റെയും മക്കള് സുഖമായിട്ട്, ഈ കള്ളു കുടിക്കാത്തത്, തിന്മ ചെയ്യാത്ത ചേട്ടൻ്റെ അനിയൻ്റെയും മക്കളുണ്ട്. ഇവൻ തൊലഞ്ഞു കഴിയുമ്പോൾ വേറെ ആരും കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവരവസാനം ഇരുന്ന് സുഖമായിട്ട് അതും കൂടെ അവരുടെ സ്വത്തിൻ്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്ത് സുഖമായിട്ട് കഴിയും. ഇവനെന്ത് ചെയ്യും? പിയർ ഗ്രൂപ്പ് എന്ന് പറയും ഇതിനെ സൈക്കോളജിയിൽ. പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാതാപിതാക്കളിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും മാറി മറ്റൊരു കൂട്ടം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ തലമുറയ്ക്ക് ചേർന്ന ഒരു കൂട്ടായ്മ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അതിൻ്റെ അകത്തൊരു ലീഡർ കാണും. ആ ലീഡറിനെ എല്ലാവരും അനുസരിക്കും. അവൻ അടിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവരും അടിക്കാൻ പോകും. നമുക്കിന്ന് സിനിമ കാണാൻ പോകുമെന്ന് പറഞ്ഞാൽ എല്ലാവരും സിനിമ കാണാൻ പോകും. ലീഡർ പറയണം എന്ത് ചെയ്യണം എന്നുള്ളത്. അതിനെയാണ് പിയർ ഗ്രൂപ്പ് എന്നാണ് അതിനെ പറയുന്നത്. ഇത് പെൺപിള്ളേർ ചെന്ന് വീഴും, ആണുങ്ങളും ചെന്ന് വീഴും. ഇത് വീഴുന്ന പ്രായമാണ് 15 വയസ്സിനും 17 വയസ്സിനും ഇടയിൽ. 14 വയസ്സിനും 17 വയസ്സിനും ഇടയിൽ പിയർ ഗ്രൂപ്പിൽ എല്ലാ സ്റ്റുഡൻറ്റും ചെന്ന് പെടും. അതിൽ മാതാപിതാക്കളുടെ പ്രാർത്ഥനയോ മാതാപിതാക്കളുടെ ആത്മീയതയോ കാരണം ചിലവരൊക്കെ തിരിച്ചിഞ്ഞു വരും. അവർ വീട്ടുകാർ പറയുന്ന കേൾക്കത്തില്ല. പിയർ ഗ്രൂപ്പിലെ ലീഡർ പറയണം എന്ത് ചെയ്യണം എന്നുള്ളത്. ലീഡർ പറയാ ഇന്ന് നമുക്ക് കോളേജിൽ പോകണ്ട. വീട്ടുകാർ അമ്മ പറയും മോനെ ഒന്ന് പോകുമെന്ന് പറയും. നിങ്ങൾ പോകത്തില്ല, നിങ്ങൾ പിയർ ഗ്രൂപ്പ് ലീഡർ പറഞ്ഞതേ കേൾക്കത്തുള്ളൂ. അതാണ് സൈക്കോളജിയിൽ പറയുന്നത്. കാരണം ഞാൻ മുതിർന്ന ആളായോ ഞാൻ ബാലനാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ഒരു പ്രായമാണ്. ഞാൻ വലിയ ആളായോ ഇല്ല. കാരണം വീട്ടിൽ ചെല്ലുമ്പോൾ മോനെ മക്കളെ എന്ന് വിളിക്കുന്നു, അപ്പോൾ ഞാൻ ശിശുവാണ്. ഞാൻ പ്രായപൂർത്തിയായോ ഞാൻ ശിശുവാണ്. ഞാനിപ്പോൾ ആരാണ് എന്നിങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഈ പ്രായത്തിലാണ് പിയർ ഗ്രൂപ്പിൽ ചെന്ന് ചാടുന്നത്. പിയർ ഗ്രൂപ്പിൽ ചാടിക്കഴിഞ്ഞാൽ അവിടെ ആ ലീഡർ ഈ നല്ല കുടുംബത്തിലുള്ളതല്ല, അവൻ വെറും ലോക്കലാണെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ കൾച്ചർ, അവൻ്റെ സമൂഹത്തിൽ നിന്ന് അവന് കിട്ടിയ കൾച്ചർ, ഇതെല്ലാം നല്ല വീട്ടിലെ പിള്ളേർക്ക് സ്പ്രെഡ് ചെയ്യും. എന്നിട്ട് ഈ ലീഡർ പറയുന്ന കേട്ടുകൊണ്ട് ബാക്കിയുള്ളവൻ ഇല്ല വാലാട്ടി പട്ടികളെ പോലെ നടക്കും. ഇതാണ് പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് വീട്ടിൽ നിന്ന് കിട്ടേണ്ട കൾച്ചർ നാട്ടിൽ നിന്ന് സ്വീകരിക്കും. ഈ സ്വീകരിക്കുന്നതിലാണ് ട്രാൻസ്ഫർ ബോണ്ടേജ് ഇരിക്കുന്നത്. ഈ സ്വീകരിക്കുന്നതിൽ ട്രാൻസ്ഫർ ബോണ്ടേജ് കടന്നു വരിക എന്ന് പറയും. അതായത് നമ്മളൊരാളെ ഇൻറ്റിമേസിയായി നമ്മൾ ഡീൽ ചെയ്ത് നമ്മൾ ഇടപെടുമ്പോൾ അതിലൂടെയാണ് ഈ സ്പിരിറ്റ് അറ്റാക്ക് ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കത്തില്ല, ഗുരുക്കന്മാർ പറയുന്നത് കേൾക്കത്തില്ല, അനുഭവ സമ്പത്തരായ ഗുരുക്കന്മാർ പറയുന്നത് പോലും നമ്മൾ കേൾക്കത്തില്ല. പിയർ ഗ്രൂപ്പിലെ ലീഡർ പറയണം എന്ത് ചെയ്യണമെന്നുള്ളത്, നമ്മൾ അതേ കേൾക്കത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ സ്കൂളുകളിൽ നിങ്ങൾ കാണും, നിങ്ങളൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ അവിടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹൈസ്കൂളുകാരുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ഓർത്താൽ മതി, ഹൈസ്കൂളിൽ ജീവിച്ചിരുന്ന സമയത്ത് നിങ്ങൾ ഓർത്താൽ മതി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വലിയ ചേട്ടന്മാർ അവർ ഇംഗ്ലാം സിന്ദാബ വിളിച്ച് അസംബ്ലിയുടെ സോങ് അങ്ങോട്ട് തീരുന്നതും ഇംഗ്ലാം സിന്ദാബ എന്ന് വിളിക്കുമ്പം നമ്മളെല്ലാം അസംബ്ലിയിൽ നിൽക്കുമ്പം ഈ ചേട്ടന്മാർ ഈ അസംബ്ലിക്കൊന്നും കയറത്തില്ലോ. അപ്പോൾ നമുക്ക് അവരോടൊരു ആരാധന നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ അവർ ഇൻ്റർവ്യൂവിന് എവിടെ പോയി നിന്നാലും നിങ്ങൾ അവരുടെ മുമ്പിൽ ഇങ്ങനെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. അങ്ങനെ ഫീൽ ചെയ്യും. ഇവരിനി എന്താ ഇന്ന് സമരമുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നിങ്ങളിങ്ങനെ നോക്കിക്കും. അങ്ങനെ നോക്കി നിൽക്കുന്ന കൂട്ടം കൂടി നിങ്ങളങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളർന്നു വന്നാൽ പിയർ ഗ്രൂപ്പിൽ പെട്ടിരിക്കും. കാരണം എന്താണെന്നറിയോ, ഈ അതേസമയം നമ്മളൊരു വിധമാണെങ്കിൽ അത് അവന്മാർ സമരം ചെയ്ത് നമ്മുടെ അത് നമ്മുടെ മൈൻഡ് മൊത്തം പഠിച്ച് വലിയ ആളാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയി വായി നോക്കി നിൽക്കത്തില്ല. ഇങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് അടിക്കേണ്ടത്. ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലും ഇതുപോലെ നമ്മൾ വായി നോക്കി വേറൊരാളെ നോക്കി ആരാധിക്കാൻ ശ്രമിച്ചത്
നമ്മളെ ഇന്ന് ഏതൊക്കെയോ കുഴി കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പനും അമ്മയ്ക്കും ഒറ്റ മോനേ ഉള്ളൂ. അപ്പനും അമ്മയ്ക്കും ഇവൻ തൊലഞ്ഞ അവരുണ്ടാക്കിയ സ്വത്ത് മൊത്തം തീർന്നു. ഇവൻ തീർന്നു, അവരുടെ സ്വത്തും തീർന്നു, അവരുടെ സമ്പാദ്യവും തീർന്നു. പക്ഷേ ഇവൻ എവിടെ പെട്ട് കിടക്കുക? ഇവൻ്റെ കൂട്ടുകാരൻ എങ്ങനെ ജീവിക്കുന്നു, ഇവൻ്റെ അടുത്ത കൂട്ടുകാരൻ, ഇവൻ്റെ സീനിയേഴ്സ് എങ്ങനെ ജീവിക്കുന്നു, ഇവൻ അതിൽ നോക്കിയാണ് ജീവിക്കുന്നത്. അതാണ് നമ്മൾ നോക്കേണ്ടത്. അതിനെ പറയുന്നതാണ് പിന്നെ സ്വപ്ന ലോകത്തിൽ ജീവിക്കുന്ന പിള്ളേരെന്നാണ്. കാരണം യാഥാർത്ഥ്യം ഇവർക്ക് അറിയത്തില്ല. ഇവർ ഇവിടെയാണ് സാത്താൻ ഇവരെ ഉപയോഗിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, സോദോം ഗൊമോരയിൽ വ്യഭിചാരം ഉണ്ടായിരുന്നു, സ്വവർഗഭോഗം ഉണ്ടായിരുന്നു, അന്യാരാധന ഉണ്ടായിരുന്നു, എല്ലാവിധ മന്ത്രവാദങ്ങളും ഉണ്ടായിരുന്നു, എല്ലാവിധ കൊലപാതകങ്ങളും ഉണ്ടായിരുന്നു, മനുഷ്യനെ പച്ചയോടെ ചുട്ടുകത്തിക്കുന്നതുണ്ടായിരുന്നു, എല്ലാവിധ ലഹരികളും എല്ലാവിധ മദ്യപാനങ്ങളും മനുഷ്യനായിത്തീർന്നു. രാത്രിയായാൽ അവർക്ക് ബോധമില്ല. അതായിരുന്നു അന്നത്തെ അവരുടെ സ്പിരിറ്റ് അവരെ നയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു. ആ സ്പിരിറ്റാണ് ഒരാളിൽ വന്ന് കയറുന്നതെങ്കിൽ, ആ സ്പിരിറ്റാണ് വന്നതെങ്കിൽ ഇവനും ബോധമില്ലാതെ നടക്കും. ഇവനും ബോധത്തോടു കൂടി നടക്കുന്നത് അവന് ഇഷ്ടമല്ല. അവന് ബോധം കെട്ട് നടക്കുന്നതേ അവന് ഇഷ്ടമുള്ളൂ. ആ ലെവലിലേക്ക് എത്തും. ഇവനും അതുപോലെ തിന്മ ചെയ്യും, ഇവനും വ്യഭിചാരം ചെയ്യും, ഇവനും അതുപോലെ തന്നെ മദ്യപാനത്തിൽപ്പെടും, ദൈവത്തിനെതിരെ സംസാരിക്കും. ആ സ്പിരിറ്റ് എന്താണോ അത് തന്നെ ഇവൻ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഒരുവന് എത്രമാത്രം അനുഗ്രഹമുണ്ടാവും. ഒരിക്കൽ ഒരു പള്ളിയിൽ ധ്യാനം നടന്നുകൊണ്ടിരിക്കുക. ഒരു കുടുംബജീവിതത്തിൻ്റെ ക്ലാസ് അവിടുത്തെ ധ്യാനഗുരു നടത്തിക്കൊണ്ടിരിക്കുക. കുറേ നേരം ഈ ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു. നല്ല ക്ലാസ് എടുക്കുന്ന ഒരു ധ്യാനഗുരുവാണ്. അതിലൊരു ചെറുപ്പക്കാരൻ, അവൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് അവൻ എല്ലാവരും ഇങ്ങനെ ഇരിക്കുമല്ലേ, എഴുന്നേറ്റിട്ട് അവൻ പറഞ്ഞു, ഈ കോപ്പ് ആര് കേൾക്കും എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി. അപ്പോൾ ആ ബാക്കിലൂടെ ഇരുന്നപ്പോൾ ബാക്കിൽ ഇരുന്ന് അവൻ്റെ സുഹൃത്തുക്കൾ, എന്തുകൂടെയാ പോകുന്നത്? ഒരു കോപ്പില്ല പ്രസംഗം, ഇങ്ങനെ എന്നാ പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് അവൻ്റെ പാടിന് പോയി. എങ്ങനെയുണ്ട്? മാന്യമായ തെറിയായോണ്ടാണ് ഞാൻ നിങ്ങളെന്ന് ഓർമ്മപ്പെടുത്തിയത്. മറ്റേ തെറിയായിരുന്നെങ്കിലും കുഴപ്പമില്ല, ഓർമ്മപ്പെടുത്തുന്നതിലൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. പറഞ്ഞു മനസ്സിലായോ? അപ്പം ഹല്ലേലൂയ. അപ്പം നമ്മൾ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഈ കോ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ തെറിയും, ഒരു വചനത്തെയാണ് തെറി വിളിച്ചത്, ഒറ്റപ്പോക്ക്. ധ്യാനം കഴിഞ്ഞപ്പോൾ ആ ധ്യാനഗുരു ഒന്നും വേണ്ടിയില്ല. സാധാരണ നമുക്കറിയില്ല, കാത്തലിക്സ് ധ്യാനഗുരുക്കന്മാർ ഹംബിൾ ആൻഡ് സിമ്പിളായിരിക്കും. കാത്തലിക്സ് ധ്യാനഗുരുക്കന്മാർ അവർ വളരെ ഹംബിളായിരിക്കും അവർ പലപ്പോഴും. പക്ഷെ അവരുടെ അകം എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. പുറമേ ഇവർ വളരെ തെറി വിളിച്ചാലും പ്രാർത്ഥിക്കാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാത്തലിക്സ് ധ്യാനഗുരുക്കന്മാരുടെ ഒരു പ്രത്യേകത അതാണ്. ഹല്ലേലൂയ. അപ്പം ഇത് ഇങ്ങനൊരു വ്യത്യാസമുണ്ട്. അവർ കാത്തലിക്സ് ധ്യാനഗുരുക്കന്മാർക്ക് ഈ ഒരു വ്യത്യാസമുണ്ട്. അപ്പം പുള്ളിയൊന്നും മിണ്ടിയില്ല. പുള്ളിയൊന്നും മിണ്ടാതെ പിന്നെ ഉണ്ടായിരുന്നു. ഇവനങ്ങ് പോയി. ഇവനങ്ങോട്ട് പോയിട്ട് ധ്യാനം കഴിഞ്ഞപ്പോഴത്തേക്ക് പള്ളിയിൽ ബെല്ലടിക്കുന്നു. നമുക്ക് കാത്തലിക്സ് പള്ളിയിൽ തൃശ്ശൂർ നടന്ന കേട്ടോ, ബെല്ലടിക്കുക, മരണമണി അടിക്കുന്നു. അപ്പോൾ എല്ലാവരും ധ്യാനം കഴിഞ്ഞവർ എന്ത് പറ്റി എന്ന് പോയി. അപ്പോഴത്തേക്ക് പള്ളിയിലെ കൈക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഇപ്പം ഭജനത്തെ തെറി വിളിച്ച് പോയില്ലയോ, അവൻ റോഡിൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അവൻ ആ പോക്ക് പോയി ഒരു വണ്ടിയുടെ കീഴിൽ ചെന്ന് ചാടി. ഈ വണ്ടി ഇവൻ്റെ തലയിൽ കൂടെ കയറി ഇറങ്ങി. തലച്ചോറ് മൊത്തം അവിടെ പെക്കെന്ന് പറഞ്ഞ് പൊട്ടി അവിടെ കിടക്കും. ഒരു കാക്ക, ഈ ലൈൻ കമ്പി ഇരുന്ന കാക്ക പറന്ന് വന്ന് ഇവൻ്റെ കണ്ണിങ്ങനെ പൊട്ടി ഇങ്ങനെ തൂങ്ങിക്കിടക്കുക, ഉണ്ടയായിട്ടിങ്ങനെ കിടക്കുക. ആ കണ്ണ് വന്ന് കുത്തിയെടുത്തോണ്ട് ഒറ്റപ്പോക്ക് ചത്തുപോയി. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അത് കഴിഞ്ഞിട്ട് നടന്ന സംഭവം കേട്ടോ, ഞാൻ ചുമ്മാ ഉണ്ടാക്കി പറയുന്നതൊന്നുമല്ല. അത് കഴിഞ്ഞ് ഇവനെ പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞു. രാത്രി 12 മണിയായപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ സ്മെല്ല് ആർക്കും പറ്റത്തില്ല, ദുർഗന്ധം, ഭയങ്കര ദുർഗന്ധം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനെ ആ പള്ളിയിൽ അച്ഛനെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഇത് അടക്കേ പറ്റത്തുള്ളൂ, ഞങ്ങൾക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതിനെ പള്ളിയിൽ കൊണ്ടുവന്നു. പള്ളിയിൽ ആൽത്താരയുടെ ഫ്രണ്ടിൽ കൊണ്ട് വെക്കുമല്ലോ സാധാരണ. അപ്പം ഇടവേ അച്ഛൻ പറഞ്ഞു, ഞാൻ ഇവനെ അടക്കാൻ വരത്തില്ല, അടക്കിയിട്ടും കാര്യമില്ല, ഇവൻ്റെ ആത്മാവ് എവിടെ പോയി എന്നുള്ളത് എനിക്കറിയാം.
ഞാൻ അടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ കാലെ പിടിക്കാൻ തുടങ്ങി. അച്ഛൻ സ്മെല്ല് കാരണം നിൽക്കാൻ പോയി, അച്ഛൻ വാശി കാണിക്കാൻ പറ്റുന്ന സമയമാണ് ഇത്. അച്ഛൻ പറഞ്ഞു ഞാൻ അടക്കത്തില്ല, ഈ പന്നനെ ഞാൻ അടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ധ്യാനഗുരു ആയ ആൾ അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാൻ അടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ വിളിച്ചു വരാൻ പറഞ്ഞു, എൻ്റെ കൂടെ നിൽക്കി, ഞാൻ പ്രാർത്ഥനമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ധ്യാനഗുരു അച്ഛൻ ഈ മരണ ശുശ്രൂഷ ചൊല്ലി ലാസ്റ്റായപ്പം എല്ലാവരും ഇയാൾ മൈക്ക് കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഞാൻ എന്തുകൊണ്ട് അടക്കത്തില്ല എന്ന് പറഞ്ഞ് ഇവിടെ അത്യുന്നതനായ ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കിടക്കുന്നവൻ വചനത്തെ കോപ്പെന്ന് വിളിച്ചുകൊണ്ട് ഇവൻ ഇറങ്ങിപ്പോയവനാണ്, അതുകൊണ്ടാണ് ഞാൻ അടക്കത്തില്ലെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും മിണ്ടാതെ നിന്നു. സന എങ്ങനെയോ കൊണ്ടടക്കി. ആ ആത്മാവ് ഇപ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല. ബൈബിളിൽ ഒരു വാക്യം പറയുന്നുണ്ട്. ബൈബിളിൽ പറയുന്ന വാക്യം ഇതാണ്, കർത്താവിൻ്റെ വചനത്തെ അല്ലെങ്കിൽ കർത്താവിനെ തുപ്പിയാൽ മലങ്കാക്ക അവൻ്റെ കണ്ണ് കൊത്തിപ്പറിക്കും എന്ന് പറയുന്നുണ്ട്. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് സിനിമ നിങ്ങൾ കണ്ടു കാണും അല്ലേ? അതിൻ്റെ അകത്ത് ഒരു കള്ളൻ യേശുവിനെ ഇങ്ങനെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുക. ഒരു കള്ളൻ ഇങ്ങനെ യേശുവിനെ ഇങ്ങനെ കുറ്റം വിധിച്ചുകൊണ്ട് അവൻ ഇരിക്കുമ്പോൾ അവൻ ഗ്രീക്ക് ഭാഷയിലാണ് ഈ കുറ്റം വിധിക്കുന്നത്. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റിൻ്റെ പ്രത്യേകത, പുരോഹിതർ സംസാരിക്കുന്നത് എബ്രായ ഭാഷ, യേശുക്രിസ്തു സംസാരിക്കുന്നത് അരമായ ഭാഷ, റോമക്കാർ സംസാരിക്കുന്നത് ലാറ്റിൻ ഭാഷ, ജനങ്ങൾ സംസാരിക്കുന്നത് ഗ്രീക്ക് ഭാഷ. അങ്ങനെ 5 or 6 ഭാഷയിൽ ചെയ്തിരിക്കുന്ന ഒരു പടം അത്. അപ്പോൾ ഗ്രീക്ക് ഭാഷയിൽ അവൻ നിന്ന് തെറിവിളിച്ചുകൊണ്ടിരിക്കുക. ഈ കർത്താവിനെ തെറിവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മലങ്കാക്ക ആ ക്രൂശിൻ്റെ മുകളിൽ വന്ന് നിൽക്കും. അവൻ ഈ കാക്ക ഇങ്ങനെ നോക്കുമ്പോൾ കാക്ക അവൻ്റെ കണ്ണ് കൊത്തിപ്പറിക്കുന്നത് വചനത്തിൻ്റെ വ്യവസ്ഥ വെച്ചാണ് ആ സംവിധായകൻ ചെയ്തിരിക്കുന്നത്. കണ്ണ് കൊത്തിപ്പറിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, സോദോം ഗൊമോറയുടെ സ്പിരിറ്റ് ഒരാളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മലങ്കാക്ക കണ്ണ് കൊത്തിപ്പറിക്കുന്ന വ്യവസ്ഥയിൽ ബുദ്ധി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അവൻ്റെ ജീവിതം ആക്കി വെക്കും, ജീവിതം വഴിതെറ്റിക്കും. ഞാൻ പറയും ഞാൻ തിരുവനന്തപുരം ധ്യാനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ 4-5 ചെറുപ്പക്കാർ അവിടെ ധ്യാനത്തിന് കടന്നു വന്നു. കൊല്ലം ജില്ലയിൽ നിന്നാണ് വന്നത്. ഇവർ ഡോർമെട്രി ചെന്നിട്ട് ഭയങ്കര ബഹളം. ഒരുത്തൻ ഡ്രസ്സ് മാറുകയാണെങ്കിൽ അവൻ്റെ തോർത്തിന് കയറി പിടിക്കുക, അവൻ്റെ കയ്യിൽ കയറി പിടിക്കുക, ഇങ്ങനെ ഭയങ്കര ബഹളം. 2-ാം ദിവസമായപ്പോൾ എൻ്റെ മുമ്പിൽ ഈ വിഷയമായിട്ട് വന്നു. ബ്രദറെ 3-4 ചെറുപ്പക്കാർ ഭയങ്കര ബഹളമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഭജനം കേൾക്കും മാറും, നമ്മൾ വിട്ടേക്കാമെന്ന് പറഞ്ഞു. 5 ദിവസത്തെ ധ്യാനമാണ്. 4-ാം ദിവസമായിട്ടും ഇവർക്ക് മാറ്റമില്ല, ഇവർക്ക് ചേഞ്ചില്ല. ഞാനിപ്പോൾ 4-ാം ദിവസമായി പിന്നെ വിളിച്ചു. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ എവിടുന്ന കുഞ്ഞുങ്ങൾ വരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ് എന്നാണ് സ്ഥലത്ത് നിന്ന്. ഞാൻ സ്ഥലപ്പേര് പറയുന്നത് ശരിയല്ല. അപ്പോൾ 4 പേരാണ്. ഞാൻ പറഞ്ഞു, അത്യുന്നതനായ ദൈവത്തിൻ്റെ വചനമല്ലേ ഇവിടെ പറയുന്നത്, നിങ്ങളതിനെ വന്നിച്ചില്ലേലും നിന്ദിക്കാൻ പാടുണ്ടോ മക്കളെ എന്ന് വെച്ചു. അല്ല, ഞങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് വന്നതൊന്നുമല്ല, ഞങ്ങളെ നിർബന്ധിച്ച് വന്നത്. ഞങ്ങളങ്ങനെ സാധാരണ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞത് തന്നെ പിള്ളേർ പറയുമല്ലോ. അപ്പം ഞാൻ പറയും, പക്ഷെ നമ്മളാരും ഈ ചെറുപ്പത്തിൽ ഇങ്ങനെ കാണിച്ചിട്ടില്ല. വചനത്തെ ചീത്ത വിളിക്കാൻ ധൈര്യമില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പുറവിൽ ഞാനൊരു സീൻ കാണുന്നുണ്ട്, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് വിരോധമാകുമെന്ന് വെച്ചു. ഇല്ല, നിങ്ങളുടെ പുറവിൽ മരണത്തിൻ്റെ കെട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളെ കൊല്ലും. ആ കൊല്ലുന്ന സ്പിരിറ്റാണ് നിങ്ങളെ ഇത് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ 1 ദിവസം കൂടെ ഉണ്ട്, രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. അന്ന് എൻ്റെ കൂടെ ബൈജു ബ്രദറുണ്ട്. ഞാനിത് പറയുമ്പം അന്ന് ബൈജു ബ്രദറേ ഉള്ളൂ ഇന്ന് ഈ ടീമിൽ. അന്ന് ബൈജു ബ്രദറാണ് ഞാനിത് പറയുമ്പോൾ എൻ്റെ കൂടെ ഉള്ളു. അതിൽ ആ കുട്ടികളെന്ത് പറയട്ടെ കേട്ടിട്ട് അതിൽ 2 പേര് പറഞ്ഞു, ബ്രദർ ഞങ്ങൾക്ക് ആത്മഹത്യ ടെൻഡൻസി ഉണ്ട്. ബ്രദർ അതാ കണ്ടിട്ടാണോ? ഞാൻ പറഞ്ഞു, അതല്ല, നിങ്ങളെ കൊല്ലും ഉറപ്പാണ്. അത് പ്ലാൻ ചെയ്തിട്ടാണ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു, ശരി ബ്രദറെ ഞങ്ങളെന്താ. അവരതിനുശേഷം ക്ലാസ്സിൽ കയറിയിരുന്നു. അവർ യേശുവിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ശ്രമിച്ചു. പക്ഷേ ഒരാൾ ശ്രമിക്കുമ്പോൾ അടുത്ത ആൾ നോണ്ടിയിട്ട് ഇവനെ വലിക്കാൻ നോക്കും. അതാണ് സ്പിരിറ്റിൻ്റെ ഒരു പ്രത്യേകത.
ഒരാൾ മാനസാന്തരപ്പെടണമെന്ന് വിചാരിച്ചാൽ കൂടെ ആയിരിക്കുന്ന നമ്മുടെ പിയർ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അടുത്ത് വന്നിട്ട് അവനെ പിടിച്ചിട്ട് പറയും, എവിടെ പോവാടാ, ഏത് ആത്മീയത, ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറയും. അങ്ങനെ ആ കൂട്ടത്തിൽ ആരും മാനസാന്തരപ്പെട്ടില്ല. കറക്റ്റ് 3 മാസത്തിനകത്ത് വെച്ച് ഞാൻ ആദ്യത്തെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ നിന്ന് ആ സ്ഥലത്ത് നിന്നുകൊണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഷുഗർ അറിഞ്ഞോ? എന്തുവാ? അതിലെ ആ വെളുത്ത മുടിയൊക്കെ നീട്ടിയ ആ പയ്യനെ ഓർമ്മയുണ്ടോ? ചുമന്ന ടീഷർട്ടൊക്കെ ഇട്ട്. ഞാൻ പറഞ്ഞു, ആ ഓർമ്മയുണ്ട്, അവനെ ഞാനന്ന് ഉപദേശിയാണല്ലോ. അവൻ മരിച്ചുപോയി. അതെങ്ങനെ മരിച്ച്? അവിടെ എല്ലാവരും ചാടിയുന്ന ഒരു കുളമുണ്ട്, ഞാൻ ആ ഇത് പറയുന്നില്ല, ആ കുളത്തിലെടുത്ത് ചാടിക്കളഞ്ഞെന്ന് പറഞ്ഞു. അതെന്താ അവൻ ചാടാൻ? അവനൊരു പെണ്ണുണ്ടായിരുന്നു, ആ പെണ്ണ് ഇവനെ കളഞ്ഞിട്ട് പോയി, അതാ കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ 2 ആഴ്ചയേ ഉള്ളൂ. ഞാൻ അപ്പോഴത്തെ ആ വിളിച്ചാളത്ത് പറഞ്ഞു, ഞാൻ അപ്പോൾ ബാക്കിയുള്ള 3 പിള്ളേരെന്തി? ആ ബാക്കിയുള്ള 3 പിള്ളേരുണ്ട്. അയ്യോ, ആരെങ്കിലും ചെന്നിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ, ഇവനെ കൊന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതിനെയും കൊല്ലും, യാതൊരു സംശയമില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും ആ 4 കൂട്ടുകാരും 3 മാസത്തിനകത്ത് വെച്ച് മരണപ്പെട്ടു. ഒരുത്തൻ ബൈക്ക് ആക്സിഡൻറ്റിൽ, അങ്ങനെ 4 തീർന്നു. ഞാൻ ഈ കർത്താവ് എന്നിലൂടെയാണ് മെസ്സേജ് കൊടുത്തത്. മരണത്തിൽ ഞാൻ തൊട്ട് പുറവിൽ മരണത്തിൻ്റെ സ്പിരിറ്റ് നിൽക്കുന്നത് ഞാൻ കണ്ടതാണ്. ഞാൻ അവർക്ക് മെസ്സേജ് കൊടുത്തതാണ്, ഞാൻ മാറാൻ പറഞ്ഞതാണ്, മാറിയില്ല. അപ്പോൾ അതാണ് ഈവിൾ സ്പിരിറ്റിൻ്റെ പ്രത്യേകത. യേശുക്രിസ്തുവിന് ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കാൻ യേശുക്രിസ്തു തയ്യാറാകുമ്പോൾ ഇവരൊരിക്കലും അതിന് വിട്ടുകൊടുക്കത്തില്ല, ഇവരെ പിടിച്ച് മാറ്റിവെക്കും. കർത്താവിൽ പ്രിയ കുട്ടികളെ, ധ്യാനം നേരത്തെ കൂടിയിട്ടുള്ളവരാണെങ്കിലും കൂടാത്തവരാണെങ്കിലും ഞാനിത് പറയുന്നത് മനസ്സിലാക്കിക്കൊള്ളുക. കൂടാത്തവരാണെങ്കിലും നിങ്ങളത് മനസ്സിലാക്കിക്കൊള്ളുക. ശുദ്ധിയോടെ ജീവിക്കാനാണ് ഞങ്ങളെല്ലാം പ്രസംഗിക്കുന്നതാണ്. എന്താണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്? ഞങ്ങൾ പ്രസംഗിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരെ തല്ലാൻ പോകരുത്. ഞങ്ങളെന്താണ് പ്രസംഗിക്കുന്നത്? എല്ലാവരെയും സ്നേഹിക്കുക. ഞങ്ങൾ മന്ത്രവാദത്തിന് പോകരുത്, ആഭിചാരത്തിന് പോകരുത്, നിങ്ങൾ മദ്യം കഴിക്കരുത്, മയക്കുമരുന്ന് കഴിക്കരുത്. ഇതല്ലേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്? ഞങ്ങൾ വേറെ എന്തെങ്കിലും പ്രസംഗിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തെ യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, അവിടുന്ന് ഇറങ്ങി വരണമേ, ഞങ്ങളെ മാറ്റിയെടുക്കുവാൻ ഇറങ്ങി വരണമേ, ഞങ്ങളെ മാറ്റിയെടുക്കുവാൻ വരണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രഭാഷകൻ്റെ ഒരു പുസ്തകമുണ്ട്, നമ്മുടെ അപ്പോക്രിഫയാണ് ആ പുസ്തകം. അത് POC ബൈബിളുള്ളവർക്ക് ലഭിക്കും. പ്രഭാഷകൻ, ഈ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 45-ാമത്തെ അധ്യായമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. പ്രഭാഷകൻ 45, അതിൽ 41 എടുക്കാം. 5-ാമത്തെ വാക്യങ്ങൾ ഒന്ന് വായിക്കണേ. എല്ലാവരും വായിക്കാമോ? സമൂഹത്തിൽ നിന്ന് എല്ലാവരും ഒന്ന് വായിക്കാൻ. പാപികളുടെ സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണ്, അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു. ഒന്നുകൂടെ വായിക്കാമോ? എല്ലാവരും ഒന്ന് വായിക്കാമോ? പാപികളുടെ സന്താനങ്ങൾ. നിങ്ങൾ മദ്യം കഴിച്ചാൽ നിങ്ങളുടെ നാളെ ജനിക്കുന്ന നിങ്ങളുടെ മക്കളും മ്ലേച്ഛ സന്തതികളായിട്ടേ ജനിക്കത്തുള്ളൂ. നിങ്ങൾ തിന്മയിൽ ജീവിച്ചാൽ നിങ്ങൾ അടുത്ത നിങ്ങളുടെ ഒരു തലമുറയെ ദുഷിച്ചതും നശിപ്പിക്കുന്നതുമായ ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കാനാണ് സാത്താൻ നിങ്ങളെ ഇപ്പം ഇങ്ങനെ നടത്തിക്കുന്നത്. നിങ്ങളിങ്ങനെ നടത്തിക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ തലമുറ, നീ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന തലമുറ അത് മ്ലേച്ഛനായിരിക്കണം, നല്ലതുണ്ടാവരുത്. അതുകൊണ്ട് നിന്റെ യൗവന കാലത്തെ കരിപ്പിച്ച് കളയുക, നശിപ്പിച്ച് കളയുക, യൗവനകാലം ഇല്ലാതാക്കാൻ ശ്രമിക്കുക. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് പാപികളുടെ സന്താനങ്ങൾ അവർ മ്ലേച്ഛരായിരിക്കും. ആരുടെ ചരിത്രം വേണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്കിക്കോ. എത്ര നല്ല മാതാപിതാക്കൾ എപ്പോഴും പറയും തൻ്റെ മക്കൾ നല്ലതാണെന്ന് പറയും, പക്ഷെ സമൂഹം പറയണമെന്നില്ല. അതതിൻ്റെ വ്യത്യാസം. അതാ അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു. നിങ്ങൾക്ക് ചീട്ടുകളി കേന്ദ്രത്തിലോ
പബ്ജി കളിക്കുന്നിടത്തോ നിങ്ങൾ വെള്ളം അടിച്ചിട്ടിരുന്ന് കൂത്താടുന്നിടത്തോ നിങ്ങൾ 2 ദിവസം വേണമെങ്കിലും ഇരിക്കും. പ്രാർത്ഥനാ ഹാളിൽ ഇരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ നിങ്ങൾ എത്ര വേണമെങ്കിലും നിങ്ങൾ ചെലവഴിക്കും, നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ തോന്നത്തില്ല, പക്ഷെ പ്രെയർ ഹാളിൽ വരുത്തില്ല. എന്നാൽ ആത്മീയ മക്കളോ അങ്ങനെയുള്ളിടത്ത് എത്തിപ്പോലും നോക്കത്തില്ല. അവർക്ക് സന്തോഷം പ്രാർത്ഥനാ കേന്ദ്രമായിരിക്കും. രണ്ടും 2 വ്യൂ ആണ്, 2 തലത്തിലെ രണ്ടും പോകത്തുള്ളൂ. യേശു ആരാധന. അപ്പൊ അവരങ്ങനെയുള്ളിടത്ത് സമ്മേളിക്കും, അവർക്ക് അതാണ് ഇഷ്ടം. അടുത്തത് 6ാമത്തെ വാക്യത്തിൽ എന്താണ് പറയുന്നത്? പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും, അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും. അവരുടെ പിൻതലമുറ അവർ ഗതി പിടിക്കത്തില്ല. നമ്മൾ ഇന്നാളെ ഒരിക്കൽ കല്ലട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ധ്യാനം നടന്നു. അപ്പം ഞാനൊക്കെ അതിൻ്റെ ടീമംഗങ്ങളുമായിട്ട് ഒരു ധ്യാനമാണ്, പോട്ട പോലത്തുള്ള അവരുടെ ഒരു ധ്യാനം. അപ്പോൾ അതിൻ്റെ ടീമംഗങ്ങളുമായിട്ട്, അന്നത്തെ ടീമംഗങ്ങളുമായിട്ട് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് ആ ഗേറ്റിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ, വർഷങ്ങൾക്ക് മുമ്പാട്ടോ ചെന്നപ്പോൾ, ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഞാനിതിലൊന്നും വിശ്വസിക്കത്തില്ല. അപ്പോൾ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടന്നു. അതെന്താടാ വിശ്വസിക്കാത്തതിൻ്റെ കാരണം? അപ്പോൾ അവിടെ ഒരുപാട് യാചകരിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഈ യാചകരെ നോക്കിയിട്ട് ദൈവം കണ്ടോ, കുറച്ച് പേരെ സമ്പന്നരായി, കുറച്ച് പേരെ വിദ്യാഭ്യാസം ഇല്ലാണ്ട് കുറേ യാചകരിരിക്കുന്നു, ഇരിക്കുന്നത് കണ്ടോ? അപ്പോൾ ദൈവം എന്തിനാ ഇവരെ ഇങ്ങനെ സൃഷ്ടിച്ചത്? അത് കാരണം ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ പറഞ്ഞു, മോനെ ഈ അടവുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാം അന്ന് ഈ പ്രാർത്ഥനയ്ക്ക്, മോനെ പിച്ചക്കാരനെ കണ്ടുകൊണ്ട് നീ ദൈവത്തെ വിശ്വസിക്കത്തില്ല. ഒരുവൻ പിച്ചക്കാരനാകുന്നത് എന്തുകൊണ്ടാണെന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. ഒരുവൻ മുടിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അവൻ ആ വഴി തിരഞ്ഞെടുക്കുന്നത് കാരണം അവൻ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. നീ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്ന വഴി നാളത്തെ നിൻ്റെ മക്കൾ ഇതുപോലെ ഇരിക്കും. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് ആട്ടപ്പം മാറ്റിവെച്ച് ദൈവത്തിലേക്ക് വരാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇപ്പം അതുകൊണ്ടാണ് പാപിയുടെ സന്താനങ്ങൾ ഗതി പിടിക്കത്തില്ല. നിനക്കിപ്പോൾ നന്മയുടെ അറിവ്, ഇതാണ് വഴി, ഇതിലെ പോകുക എന്ന അറിവ് നമുക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദൈവം തന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മറുതലിക്കുന്നവൻ്റെ കുടുംബം എങ്ങനെ അനുഗ്രഹം പ്രാപിക്കും? നിങ്ങൾ പറ. അത് വേണ്ടെന്ന് പറയാ. ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് വേണ്ട, ഞാൻ എൻ്റെ വഴി കൂടെ പോകുന്നുള്ളൂ എന്ന് പറയുന്നവൻ എങ്ങനെ അനുഗ്രഹം പ്രാപിക്കും? യേശുവേ ആരാധന. ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, കുറേ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഈവിൾ സ്പിരിറ്റുകൾ നമ്മളെ കൺട്രോൾ ചെയ്താൽ അവർ ഭരിച്ചിരുന്ന സമയത്തുള്ള ക്യാരക്ടർ നമുക്കുണ്ടാവും. നമ്മൾ വലിയ സംഭവമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? നമ്മളെ ആരെയും മാനിക്കാത്തവനാണെന്നൊരു തോന്നൽ നമുക്ക് വരുന്നില്ലേ? നമ്മളൊരു രാജകീയ രീതിയിൽ നടക്കുന്ന നമുക്കൊരു ഫീലിംഗ് വരുന്നില്ലേ? നമ്മൾ പാപം ചെയ്യുമ്പോഴും നമുക്ക് തലകുനിക്കാൻ തോന്നിയിട്ടില്ല. പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുമ്പോഴും നമ്മൾ ചെയ്യുന്നത് റൈറ്റ് ആണെന്ന് തോന്നുന്നില്ലേ? തോന്നുന്നെങ്കിൽ നിങ്ങളുടെ അകത്ത് നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ കാലത്ത് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സോദോമിനെയും ഗോമോറയും പോലുള്ള രാജ്യങ്ങൾ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തിൽ എവിടേക്കോ ഉണ്ടായിരുന്നു, പല ഭാഗങ്ങളിലുണ്ടായിരുന്നു. കൊലയും വ്യഭിചാരവും മദ്യപാനവും ഒക്കെ മയക്കുമരുന്നുമായിട്ട് ജീവിച്ചിരുന്ന പല കാര്യങ്ങളുണ്ടായിരുന്നു. അവരെ കൺട്രോൾ ചെയ്ത സ്പിരിറ്റായി ഇപ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് കരുതേണ്ടതായിട്ട് വരും. അവർക്ക് വിടുതലുണ്ടാവണമെങ്കിൽ ഡെലിവറൻസ് ഉണ്ടാകണം. യേശു ആരാധന. അടുത്തതാണ് അടുത്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഭയങ്കരമായ ഈ പറഞ്ഞ പാവങ്ങളിലെ പ്രലോഭനമാണ്. നിങ്ങൾക്ക് മാനസാന്തരപ്പെട്ടാലും നിങ്ങൾക്ക് ഈ പാപവും സംബന്ധമായിട്ടുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡെലിവറൻസ് ചെയ്യുമ്പോൾ ലയൺ സ്പിരിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഡെലിവറൻസ് ചെയ്യുന്നതാണ്. ലയൺ സ്പിരിറ്റാണ്, സ്പിരിറ്റ് ഓഫ് ലയൺ എന്നാണ് അതിനെ പറയുന്നത്, അല്ലെങ്കിൽ ലയൺ സ്പിരിറ്റ് എന്ന് പറയും. സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം 20-21 വാക്യങ്ങൾ. സദൃശവാക്യങ്ങൾ 6-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിക്കാം. മകനെ, നിന്റെ പിതാവിന്റെ കൽപ്പന കാത്തുകൊള്ളുക, മാതാവിന്റെ ഉപദേശം നിരസിക്കുകയുമരുത്. അവയെ നിന്റെ ഹൃദയത്തിൽ സദാ ഉറപ്പിച്ചുകൊള്ളുക, അവ നിന്റെ കഴുത്തിൽ ധരിക്കുക. നടക്കുമ്പോൾ അവ നിന്നെ നയിക്കും, കിടക്കുമ്പോൾ നിന്നെ കാത്തുകൊള്ളും, ഉണരുമ്പോൾ നിന്നെ ഉപദേശിക്കും. സദൃശവാക്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ സുഭാഷിതങ്ങൾ, PSC ബൈബിൾ ആണെങ്കിൽ സുഭാഷിതം, അതിൻ്റെ 6, 20, 21 വായിക്കണം. നമ്മൾ വായിച്ചേ, സമൂഹത്തിൽ നിന്ന് വായിക്കാമോ?
അത് എപ്പോഴും നിൻ്റെ ഹൃദയത്തോട് ബന്ധിക്കുക, നിൻ്റെ കഴുത്തിൽ അത് കെട്ടിത്തൂക്കിയിടുക. കാരണം അത്രമാത്രം ദൈവവചനത്തോട് ചേർന്ന് കിടക്കണമെന്ന്. നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും, നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും, നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും. ഏതാ വചനം? ഹല്ലേലൂയ. ഉറങ്ങുമ്പോൾ പേടി ഉണ്ടാകത്തില്ല, ഉറങ്ങുമ്പോൾ പാമ്പിനെ കണ്ട് ഭയപ്പെടത്തില്ല. എന്താണ്? എപ്പോഴും നിന്റെ ഹൃദയത്തോട് ബന്ധിച്ചു കൊള്ളണം കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ കൽപ്പന ബന്ധിക്കണം. അതേപോലെ തന്നെ നീ നടക്കുമ്പോൾ കർത്താവിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് നടക്കുക. അത് നിനക്ക് വഴി കാണിക്കും, നിന്നെ പഠിപ്പിക്കും. പരീക്ഷയെ തോറ്റിട്ടുണ്ടെങ്കിൽ നിന്നെ ജയിപ്പിക്കും. നിനക്ക് ഏതെങ്കിലും വിഷയങ്ങൾ എഴുതിയെടുക്കാനുണ്ടെങ്കിൽ എഴുതിയെടുപ്പിക്കും. നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാത്തുകൊള്ളും. ഉറക്കത്തിൽ സൈലന്റ് അറ്റാക്ക് വരാതിരിക്കാൻ, അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും. ഇങ്ങനെ വചനം നമുക്ക് ഉറപ്പ് തരികയാണ്, ഇത് ചെയ്യും. അതുകൊണ്ട് കൽപ്പന 23-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 23. എന്തെന്നാൽ കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗമാകുന്നു. ഒരു പ്രസംഗത്തിൽ പ്രബോധനമുണ്ട്, അതിൽ ശാസനകളുണ്ട്. ഇത് ഇന്നത് നീ ചെയ്താൽ ഇന്നത് സംഭവിക്കും എന്ന് പറയുന്നതിനാണ് ഈ ശാസന എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നിനക്ക് ജീവന്റെ മാർഗം വിളമ്പിത്തരാൻ വേണ്ടിയിട്ടാണ്. നീ നല്ല വഴിയിലേക്ക് വരാനാ, നീ തിന്മയിൽ നിന്ന് മോചിക്കപ്പെടാനാ, തിന്മയിൽ നിന്ന് നീ രക്ഷപ്പെടാനാ ദൈവം നിനക്ക് ഇങ്ങനെ ഒരു മാർഗം വെളിപ്പെടുത്തി തരുന്നത്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. അപ്പോൾ ഇതിനെയാണ് ലയൺ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ, ബാബിലോൺ സ്പിരിറ്റിനെയാണ് ഈ ലയൺ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ബാബിലോണിനെ കൺട്രോൾ ചെയ്ത ദേശാധിപതി നമ്മുടെ മേൽ വ്യാപരിച്ചു കഴിയുമ്പോൾ ബാബിലോണിയൻ സംസ്കാരത്തിൽ ജീവിക്കാൻ നമുക്കൊരു പ്രേരണയുണ്ടാവും. സോതോമിയ സംസ്കാരത്തിൽ ഇന്ന് സ്പിരിറ്റ് കൺട്രോൾ ചെയ്യുന്നത് കാരണം ഗേ, ലെസ്ബിയൻ പോലുള്ള സംഭവങ്ങൾ ലോകത്തിൽ പടർന്നത് അതുകൊണ്ടാണ്. കാരണം അവരെ കൺട്രോൾ ചെയ്യുന്നത് സോതോമിയ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സ്പിരിറ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. ആ അന്നത്തെ കൾച്ചറാണ് ഈ കൾച്ചറിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ തുടങ്ങിയതല്ല, ഗേയും ലെസ്ബിയനും സോതോമിൽ തുടങ്ങിയതാണ്. പക്ഷെ അത് എത്രയോ നാൾ നിന്നിരുന്നു. ഇപ്പൊ വീണ്ടും അത് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാൻ ഒരു സ്പിരിറ്റ് ഉണ്ടെന്നാണ് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നത്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെ ലയൺ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ, ലയൺ സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഈ അധോലോകത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അധോലോകത്തിൻ്റെ രാജാവ് ആയിട്ടാണ് ബാബിലോണിയിൽ ഈ സിംഹത്തിൻ്റെ പ്രതിമ വെച്ചിരുന്നു. പണ്ടത്തെ ബാബിലോൺ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. സ്വർണ്ണ ബിംബത്തിൻ്റെ തലയാണ് ബാബിലോൺ എന്ന് പറയുന്നത്. ഈ സ്വർണ്ണ ബിംബത്തിൻ്റെ തലയെ എന്തിനാണ് പറയുന്നത്? ഉഗല്ലു എന്നാണ് അവരതിനെ പറയുന്നത്. ഉഗല്ലു എന്നാണ് ഈ ബാബിലോണെ പറയുന്നത്. സിംഹ തലയെ പറയുന്ന ഉഗല്ലു. ഉഗല്ലു എന്ന് പറയുന്നത് ഒരു സ്പിരിറ്റാണ്. ഈ സ്പിരിറ്റ് ആരാണെന്ന് പറഞ്ഞാൽ പാതാള രാജാവ് എന്നാണ് അതിനെ പറയുന്നത്. പാതാളത്തിൻ്റെ അധിപതി എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ ഈ ഉഗലുവിനെ കുറിച്ചുള്ള വർഷിപ്പ്, രാജാക്കന്മാർ സിംഹ തല വെച്ചുകൊണ്ട് നടക്കുക, ഇങ്ങനെയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബാബിലോണിയ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഈ പാതാളത്തിന്റെ അധിപതിയായ ഒരു സ്പിരിറ്റ് ഒരു മനുഷ്യനിൽ വന്ന് ആവസിച്ചു കഴിഞ്ഞാൽ ആ സ്പിരിറ്റിനെ നമ്മൾ സ്പീക്ക് ഔട്ട് ആക്കിയാൽ, ആ സ്പിരിറ്റിനെ കൊണ്ട് സംസാരിപ്പിച്ചാൽ ആ സ്പിരിറ്റ് പറയും ഞാൻ ലയൺ സ്പിരിറ്റ് ആണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ബാബിലോണിയൻ സ്പിരിറ്റ് ആണത്. ആ സ്പിരിറ്റ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും കൾച്ചറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും. നമുക്ക് ഭക്തി ഇമ്പോർട്ടൻ്റ് അല്ല. അതുകൊണ്ടാണ് പല മത നേതാക്കന്മാരിലും ലയൺ സ്പിരിറ്റ് ശക്തമാണ്. പല വ്യക്തികളിലും ലയൺ സ്പിരിറ്റാണ്. എന്താണെന്ന് പറഞ്ഞാൽ ലയൺ സ്പിരിറ്റിൽ എന്തൊക്കെയുണ്ട്? ലയൺ സ്പിരിറ്റിൽ ബാബിലോണിനെ കുറിച്ച് എന്താ പറയുന്നത്? വ്യഭിചാരം, പ്രലോഭനം, മദ്യപാനം. ഇതാണ് ഈ സ്പിരിറ്റിൻ്റെ പ്രത്യേകത. പ്രലോഭനങ്ങൾ, വ്യഭിചാരങ്ങൾ, മദ്യപാനം, മയക്കുമരുന്ന്, ഇതൊക്കെയായിട്ട് ജീവിച്ചു പോകാൻ പ്രേരിപ്പിക്കുന്ന, അതാണ് കൾച്ചർ, അതാണ് ലൈഫ്, അതാണ് ജീവിതം. എല്ലാവരും അങ്ങനെയാണ്, അങ്ങനെ ജീവിക്കത്തോള് എന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ നേരത്തെ ബൈബിൾ എഴുതി വെച്ചിരിക്കുക, നിങ്ങൾ ലയൺ സ്പിരിറ്റിൻ്റെ അടിമകളാണ്. നിങ്ങൾ ആരുടെ സ്ലേവറാണ്? നിങ്ങൾ ലയൺ സ്പിരിറ്റിൻ്റെ സ്ലേവറാണ്. ഹല്ലേലൂയ. യേശു ആരാധന. അതുകൊണ്ട് 1 പത്രോസ് 5:8 ഇങ്ങനെ പറയുന്നുണ്ട്. 1 പത്രോസ് 5:8 ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. നിങ്ങളുടെ ശത്രുവായ പിശാച്
അലറുന്ന സിംഹത്തെ പോലെ, ബാബിലോൺ സ്പിരിറ്റിനെയാണ് ഈ പറയുന്നത്. സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം? ബാബിലോണിയൻ സ്പിരിറ്റ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അലറുന്ന സിംഹമായി ആരെ വിഴുങ്ങണം. പോലെ എന്നുള്ളത് മലയാളത്തിൻ്റെ വ്യാഖ്യാനത്തില. അലറുന്ന സിംഹമായി ആരെ വിഴുങ്ങണം എന്ന് നോക്കി നടക്കുന്നു എന്നാണ് ഗ്രീക്ക് മൂലഗ്രന്ഥം. അപ്പോൾ ഈ സിംഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്പിരിറ്റിനൊരു ഉപദ്രവമുണ്ട്. ഈ സ്പിരിറ്റ്, ലയൺ സ്പിരിറ്റ് കയറി കഴിഞ്ഞാൽ, എരുമയുടെ കഴുത്തിലേക്ക് സിംഹം വന്ന് പിടിച്ചു കഴിഞ്ഞാൽ എരുമയെ മരിക്കുന്നതിന് മുമ്പ്, എരുമ ചത്തുപോകുന്നതിന് മുമ്പേ തിന്നു തുടങ്ങും. എരുമ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എരുമയുടെ മാംസം കഴിക്കും. അതാണ് ഈ സ്പിരിറ്റിൻ്റെ പ്രത്യേകത. ആൺസിംഹമാണെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളെ, സിംഹക്കുട്ടികളെ തന്നെ കൊന്നു തിന്നും. സ്വന്തം പെൺ സിംഹങ്ങൾ ആൺസിംഹത്തിൽ നിന്ന് രക്ഷിക്കാൻ നോക്കും കുഞ്ഞിനെ, പക്ഷേ കേൾക്കത്തില്ല. പെൺസിംഹത്തെ കടിച്ചൊടിച്ചിട്ട് സ്വന്തം കുഞ്ഞിനെ തന്നെ ഈ ആൺസിംഹം തിന്നും. അതാണ് ഈ സിംഹത്തിൻ്റെ പ്രത്യേകത. അത്ര ഇതാണ്, സ്വന്തം കുടുംബത്തെ നശിപ്പിക്കും. മറ്റുള്ളവർ ജീവനിൽ കടന്ന് പടയ്ക്കുമ്പോഴും അവൻ്റെ കാര്യം നടക്കണം എന്നുള്ള ചിന്ത. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡെമനെ, അങ്ങനെയുള്ള ഈവിൾ സ്പിരിറ്റിനെ, ആ സ്പിരിറ്റിനെയാണ് ലയൺ സ്പിരിറ്റ് എന്ന് പറയുന്നത്. സ്വന്തം വീട്ടുകാർ മാറത്തടിച്ച് കരഞ്ഞാലും നിലവിളിച്ചാലും നമുക്ക് കണ്ണീന്നോ നമ്മുടെ മനസ്സിനോ ഒരു കുലുക്കം തട്ടത്തില്ല. നമ്മൾ പുല്ലുപോലെ നിൽക്കും. നമുക്ക് നമ്മുടെ കാര്യമാണ് വലുത്, നമുക്ക് നമ്മുടെ കാര്യമാണ് വലുത്, നമുക്കൊരു വിഷയമേ അല്ല. നമ്മൾ പുല്ലുപോലെ നിൽക്കും. മരിക്കുന്നതിന് മുമ്പ് തന്നെ എരുമയെ അവൻ കഴിക്കുമ്പോൾ എരുമ കിടന്നിങ്ങനെ പിടയും. ആ പിടച്ചിൽ കണ്ടിട്ട് സിംഹത്തിനത് തിന്നാൻ എന്തൊരു ഇഷ്ടമാണെന്നറിയോ? ഈ സാത്താൻ അതേ ഈ സ്വഭാവമാണ്. അതുകൊണ്ടാണ് ലയൺ സ്പിരിറ്റ് എന്ന് പറയുന്നത്. എന്താ കണ്ടെന്ന് പറഞ്ഞാൽ, താൻ പ്രവേശിച്ച ആൾ കടന്ന് പിടയ്ക്കുമ്പോഴും അവനെ കൊല്ലാനുള്ള ഒരു വെപ്രാളം ഈ ഡെമനുണ്ട്. ആ ഒരു സന്തോഷം ഈ ഡെമനുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ള പല കെട്ടുകളും ഈ ലോകത്തിൽ നിന്ന് നമ്മൾ അഴിക്കേണ്ടതാണ്. അതെല്ലാം പ്രാർത്ഥന കൊണ്ട് അഴിച്ചു കളയേണ്ടത്. വെറും പ്രാർത്ഥന മാത്രം മതി, വേറൊന്നും വേണ്ട. ചൂരൽ പ്രയോഗം വേണ്ട, അടി വേണ്ട, ഒന്നും വേണ്ട. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചാൽ മതി, ഈ സ്പിരിറ്റെല്ലാം അഴിഞ്ഞു മാറും. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, മരിജുവാന എന്ന് പറയുന്ന ഒരു ഇതാണ് നമ്മൾ വിനോദത്തിനായിട്ട്, ലഹരിക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മരിജുവാനായിരുന്നു. കാനഡ, US മരിജുവാന തീറ്റി അങ്ങ് നിർത്തിക്കാൻ കാരണം വന്നു. മരിജുവാന എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കഞ്ചാവ് എന്ന് പറയും. അപ്പോൾ കാനഡയും അമേരിക്കയൊക്കെ ഇതൊന്ന്, US ഒക്കെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്കറിയോ എൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കുറച്ച് ഈ ചെറുപ്പക്കാർ ഒരു ടൈം, ഇപ്പോൾ അവരൊരു 7-8 കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് സെറിബോ ബാസ്കുലർ എന്ന് പറഞ്ഞ ഒരു രോഗം കണ്ടുപിടിക്കാനിടയായി. സെറിബോ ബാസ്കുലർ. അപ്പോൾ അവർ ഈ സെറിബോ ബാസ്കുലർ കാനഡയിലെയോ അമേരിക്കയിലെയോ ഒക്കെ ചെറുപ്പക്കാർക്ക് ഇത് എങ്ങനെ വന്നു, ഇതായി. അങ്ങനെ അന്ന് ഇവർക്ക് അറിയത്തില്ലായിരുന്നു ഈ മരിജുവാനയുടെ കാര്യം. അവരത് വിലക്കിയിട്ടൊന്നുമില്ലായിരുന്നു. കുറേ കഴിഞ്ഞപ്പം അവർ കൂടുതൽ പേഷ്യൻ്റ് വന്നപ്പോൾ അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ഈ സെറിബോ വാസ്കുലർ ഉണ്ടാവുന്നതിൻ്റെ മെയിൻ കാരണം മരിജുവാന ഉപയോഗിക്കുന്നതാണെന്ന് മനസ്സിലായി. മരിജുവാന എന്തുവാണ് കയറിയെന്ന് പറഞ്ഞാൽ ന്യൂറോളജിക്കൽ പ്രോബ്ലം ഉണ്ടാക്കുക, തലച്ചോറിന് പ്രശ്നം ഉണ്ടാക്കുക. അതേ നേരെ ഉണ്ടാക്കുന്നത് തലച്ചോറിനാണ്. പക്ഷേ ഇവൻ കറങ്ങുന്നത് എന്തുവാണ്? ഇവൻ്റെ തലച്ചോറ് കിടന്ന് കറങ്ങിയിട്ടാണ് ഇവൻ ഈ കറങ്ങുന്നത്. ഇവൻ്റെ തലച്ചോറ് പ്രോബ്ലം ആകുമ്പോഴാണ് ഇവൻ ഈ കറങ്ങുന്നത്. ഇത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കാനഡയിലും അമേരിക്കയിലും ശാസ്ത്രലോകം പറഞ്ഞു, ഇത് ചെറുപ്പക്കാരെന്ന് തീരെ നമുക്ക് നെക്സ്റ്റ് ജനറേഷനിൽ ഇവിടെ ശാസ്ത്രജ്ഞന്മാരുണ്ടാവത്തില്ല, ഇവിടെ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തേണ്ട ചെറുപ്പക്കാർ നമ്മുടെ രാജ്യത്തുണ്ടാവത്തില്ല, പുറത്തു നിന്ന് നമ്മൾ വിലക്കെടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമ്മുടെ യൗവനക്കാരെ സംരക്ഷിക്കണം. ഇവർ നാളെ പഠിച്ചു, കോളേജിൽ പഠിച്ച്, അടുത്ത ഡിഗ്രി പഠിച്ചു, ഇങ്ങനെ വരുമ്പോഴാണ് ഇവർ നാളത്തെ ശാസ്ത്രജ്ഞന്മാരാ, നാളത്തെ പുതിയ കണ്ടുപിടുത്തം നടത്തേണ്ടവരാ. ഇവർ നാളത്തെ ഡോക്ടേഴ്സാണ്. ഡോക്ടർമാരിൽ തന്നെ പുതിയ കണ്ടുപിടുത്തം നടത്തേണ്ടവരാ. ഇവരൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴോ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴോ മരിജുവാന ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവരുടെ ജന്മത്തിൽ ഇവർ ജനിച്ചതേ വേസ്റ്റായി പോകും.
അത് കാരണം നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊരു തീരുമാനത്തിൽ അവരെത്തി. അങ്ങനെയാണ് C45 എന്ന് പറഞ്ഞുകൊണ്ടൊരു ലോ അവരങ്ങിറക്കി. കാനഡയിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര തടവും ശിക്ഷകളും കൊടുക്കാൻ തുടങ്ങി. US-ലും അത് തടവും ശിക്ഷയും കൊടുക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഈ സെറിബ്രോ വാസ്കുലർ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ 7 കൊല്ലം സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ, 7 കൊല്ലം നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ സെറിബ്രോ വാസ്കുലർ എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാകും. ആ രോഗം എന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ ഒരു വലിയൊരു ഭാഗം, ആ അതിലെ രക്തക്കുഴലുകൾക്ക് കംപ്ലൈൻറ്റ് വരും. ഇത് സ്ഥിരമായിട്ട് മരിജുവാന സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് രക്തക്കുഴലുകൾക്ക് കംപ്ലൈൻറ്റ് വന്നിട്ട് തലയിൽ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ തലയ്ക്ക് ഭയങ്കര പെയിൻ ഉണ്ടാവും. ചില സമയത്ത് നിങ്ങളിട്ട് ഇങ്ങനെ തലയിലടിക്കുക. അന്നേരം നിങ്ങൾ ഓർത്താൽ മതി ഇതിൻ്റെ രക്തക്കുഴലുകൾ പമ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ഓർത്താൽ മതി. അപ്പോൾ ആ ലെവലിലേക്ക് നിങ്ങൾ പേഷ്യൻ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറക്കത്തിലോ യാത്ര ചെയ്യുമ്പോഴോ, നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴാവാം, ഉറക്കത്തിലാവാം, ഈ രക്തക്കുഴലുകൾ എപ്പം വേണമെങ്കിലും പൊട്ടിയാൽ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ സ്ട്രോക്കാണ്, പിന്നെ ബോധമില്ലാതെ കിടക്കും. തലച്ചോറിൻ്റെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് വരെയുള്ളൂ നിൻ്റെ ആയുസ്. അതുവരെയുള്ളൂ നിൻ്റെ നെളിയക്കവും നിൻ്റെ ആർഭാടവും നീ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ തൻ്റെ ഇടവും അവിടം വരെയുള്ളൂ. കാരണം എന്താ വെച്ചാൽ സെറിബ്രോ വാസ്കുലർ എന്ന് പറയുന്ന പേഷ്യൻ്റ് ആണ് നീ. ഇതാണ് കാനഡയിലും അമേരിക്കയിലും ഈ രക്തക്കുഴലുകൾ പൊട്ടിയുള്ള മരണങ്ങൾ, സ്ട്രോക്കുകൾ ബാധിച്ച് വീടുകളിൽ കിടക്കുന്ന കണ്ടപ്പോൾ മെഡിക്കൽ ടീം ഇറങ്ങി മരിജുവാന ഉപയോഗിക്കുന്ന കംപ്ലീറ്റ് ആൾക്കാരെയും ലാബിൽ കയറ്റിയപ്പോഴാണ് മനസ്സിലായത് കഞ്ചാവ് ഇത്രയും വലിയ ഗതികേടുണ്ടാക്കുന്ന ഒരു ചെടിയാണെന്നുള്ളത്. അങ്ങനെയാണ് അവരെല്ലാം അവിടെ സ്റ്റോപ്പ് ചെയ്ത് കഞ്ചാവ് തോട്ടങ്ങളെല്ലാം കത്തിക്കാൻ തുടങ്ങിയവർ. കാരണം നെക്സ്റ്റ് ജനറേഷനിൽ പിന്നെ ഡോക്ടർമാരില്ല, പിന്നെ സയൻറ്റിസ്റ്റ് ഇല്ല, പിന്നെ നല്ലൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഇല്ല, എല്ലാം തീരുകയാണ്. എല്ലാവരും 7 കൊല്ലം കഴിഞ്ഞാൽ അവൻ പേഷ്യൻ്റാണ്, അവൻ്റെ നല്ലൊരു ലൈഫ് തീരുകയാണ്. അങ്ങനെ ഗവൺമെൻറ് അങ്ങനെ ആഗോള തലത്തിൽ ഇതിനെതിരെ ഇറങ്ങാൻ തുടങ്ങി. ആഗോളതലത്തിൽ ഇതിനെതിരെ പ്രബോധനങ്ങൾ കൊടുക്കാൻ തുടങ്ങി. പക്ഷേ ചിലതുണ്ട്, ഈ കണകുണ പിള്ളേരുണ്ട്, പറഞ്ഞാൽ മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കരോട്ടിക് ഗ്ലാൻഡ് ഉണ്ടെന്ന് പറഞ്ഞൊരു സംഭവം പറയാം. ഇവിടെ ഈ 2 സ്ഥലത്താണ് ഇതിൽ കഴിക്കുന്ന സാധനം നീര് ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ വായിൽ ഉമ്മിനീരിന് പതുക്കെ ഷോർട്ടേജ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ക്യാൻസർ അടിച്ചു കഴിഞ്ഞാൽ 3 മാസം എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്താലും രക്ഷപ്പെടത്തില്ല. ഏറിയാൽ 3 മാസം. കരോട്ടിക് ഗ്ലാൻഡിൽ ക്യാൻസർ ആണോ 3 മാസമേ ആ വ്യക്തി ജീവിച്ചിരുന്നിട്ടുള്ളൂ. ഇതാണ് മരിജുവാന വരുത്തുന്ന ഉപകാരം. എന്ത് രസമാണ് കഴിച്ചുകൊണ്ട് കിടക്കാൻ. ഈ മരിജുവാന അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മോഹൻലാല. മനസ്സിലായോ? പണ്ടില്ല മോഹൻലാലിൻ്റെ ഒരു മീശ വിരിക്കുന്ന പടം ഉണ്ടല്ലോ, ഇതായിരുന്നു. മീശയൊക്കെ വിരിച്ചിട്ട് മുണ്ടൊക്കെ ഇങ്ങനെ മുടക്കി കൊടുത്തിട്ട് ആ സിനിമ കണ്ടിട്ട് ഈ മരിജുവാന അടിക്കുന്നവന്മാർ അങ്ങോട്ട് പുറത്തുകൊണ്ട് ഇറങ്ങി വന്നിട്ട് അതേ കണക്ക് മുണ്ടെടുത്തിട്ട് എടുക്കടാ ഒരു സോഡ. ഇതാണ് എൻ്റെ കാര്യം. അപ്പോൾ ഈ മരിജുവാന എന്ന് പറയുന്നത് സ്പിരിറ്റാണോ ബ്രദറെ? അല്ല, അതിൻ്റെ കയ്യിലിരിപ്പെന്ന് പറയും. അടുത്തത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടക്കട്ടെ, അടയാളങ്ങൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കട്ടെ, അടയാളങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീടുകൾ ഇറങ്ങട്ടെ, വീടുകൾ ഇറങ്ങട്ടെ, വീടുകൾ ഇറങ്ങട്ടെ, വീടുകൾ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ വീടുകൾ വ്യാപരിക്കട്ടെ, വീടുകൾ വ്യാപരിക്കട്ടെ, വീടുകൾ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഡെലിവറൻസ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ മദ്യപാനം അതുപോലെയുള്ള ബലഹീനതയിൽപ്പെട്ടിരിക്കുന്നവർക്ക് കർത്താവ് ഇറങ്ങി വന്ന് ഡെലിവറൻസ് ചെയ്യണം. കർത്താവ് അവരെ തൊടണം, കർത്താവ് അവരെ സ്പർശിക്കണം. കർത്താവ് അവരെ തൊടണം, കർത്താവ് അവരെ സ്പർശിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു, ഈവിൾ സ്പിരിറ്റ് നിനക്ക് ജനങ്ങളിൽ നിൽക്കാൻ പറ്റുകയില്ല.
ഈവിൽ സ്പിരിറ്റ് നിനക്ക് സ്റ്റുഡൻസിൽ നിൽക്കാൻ സാധ്യമല്ല. സൊദോമരുടെ ഈവിൽ സ്പിരിറ്റ് ഇറങ്ങാൻ കൽപ്പിക്കുന്നു. ബാബിലോണിയൻ സ്പിരിറ്റുകൾ പുറത്തുപോട്ടെ. Hallelujah. Lion spirit out in the name of Jesus Christ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. വിടുതലിറങ്ങട്ടെ. ശരീരം ഇപ്പോൾ ഫ്രീ ആകട്ടെ. ക്ലൈം ഔട്ട്, ക്ലൈം ഔട്ട്, ക്ലൈം ഔട്ട്. യേശുവിന്റെ നാമത്തിൽ ഔട്ട്, 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 ഔട്ട്. യേശുവിന്റെ നാമത്തിൽ ലഹരികൾ ഉപയോഗിക്കുന്നവർ, അവരിൽ നിന്ന് സ്പിരിറ്റ് പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്പിരിറ്റ് പുറത്തു വരട്ടെ. ലഹരികൾ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ നിന്ന് സ്പിരിറ്റ് പുറത്തു വരട്ടെ. Evil spirit, come out in the name of Jesus. Jesus, Jesus. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. വിടുതലിറങ്ങട്ടെ, 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 വിടുതലിറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ മദ്യം മയക്കുമരുന്നിലായിരിക്കുന്നവർ ഇപ്പോൾ വിടുതലേക്ക് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കട്ടെ, അടയാളങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടയാളങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രവർത്തിക്കുന്നു. വിടുതലിറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ അധികാരി ഇപ്പോൾ പുറന്തള്ളപ്പെടും. അപ്പോൾ ഈ ലോകത്തിനൊരു അധികാരമുണ്ട്. അപ്പോൾ ഇതാരെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ഉൾപ്പെടെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്പിരിറ്റ് അധികാരി, പ്രിൻസസ് ഉണ്ടായിരുന്നു. ഈ പ്രിൻസാണ് അവരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ജീസസ് പറയുന്നത്, ഈ പ്രിൻസിനെ ഞാൻ എടുത്ത് കളയാൻ പോവുകയാണ്. ഇസ്രായേലിൽ നിന്നെടുത്ത് കളയും, ലോകത്തിൽ നിന്ന് കളയും. അതിൻ്റെ ശക്തി, അതിൻ്റെ അധികാരം, അതോറിറ്റി ഞാൻ എടുത്ത് കളയാൻ പോവുകയാണ്. അതാണ് യേശു പറയുന്നത്. 14:30 കൂടെ വായിച്ചു. 12:31 വായിച്ചത്. ഇനി 14:30 കൂടെ വായിക്കുമ്പോൾ, നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല, കാരണം ഈ ലോകത്തിന്റെ അധികാരി വരുന്നു, എങ്കിലും അവൻ എന്റെ മേൽ അധികാരമില്ല. ലോകത്തിന്റെ അധികാരി വരികയാണ്. അവൻ എന്റെ മേൽ അധികാരമൊന്നുമില്ല, പക്ഷെ അവൻ ഈ ലോകത്തെ കൺട്രോൾ ചെയ്ത് ജനങ്ങളെ നശിപ്പിക്കാൻ, ജനങ്ങളെ ഇല്ലാതാക്കാൻ അവൻ വരുന്നുണ്ട്. അതായത് അടുത്ത സമയത്ത് തനിക്കുണ്ടാവാൻ പോകുന്ന പീഡനങ്ങളെക്കുറിച്ചുള്ള ഒരു അവസ്ഥയും അതുവഴി ഈ ലോകത്തിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് യേശു പറയുന്നത്. നേരെ പ്രസംഗിച്ചത്, ലോകത്തിന് ഒരു അധികാരിയുണ്ട്. യേശു പോലും അംഗീകരിക്കുന്നു, ദാനിയേലിന്റെ പുസ്തകത്തിൽ അംഗീകരിക്കുന്നു. ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന ഈവിൾ സ്പിരിറ്റുകളുണ്ട്. അത് മനുഷ്യനെ കൺട്രോൾ ചെയ്യും. മനുഷ്യനെ സുവിശേഷ വിരോധികളാക്കി മനുഷ്യനെ മാറ്റാനായിട്ട് സാധിക്കും ഈ സ്പിരിറ്റുകൾക്ക്. എഫേസ്യോസ് 2-ാമത്തെ വാക്യത്തിൽ, എഫേസ്യോസ് 2-ാമത്തെ വാക്യത്തിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. അന്ന് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നു. അന്ന് ഈ ലോകത്തിന്റെ, പണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന, സുവിശേഷത്തെ കേൾക്കാൻ വയ്യാതെ ആര് ഗുരുക്കന്മാര് പറഞ്ഞാലും ആര് പറഞ്ഞാലും കേൾക്കാത്ത വിധം, മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കാത്ത വിധം അനുസരണക്കേടിന്റെ ഒരു ആത്മാവ്, അതിനെ അനുസരിച്ചിട്ടാണ് നിങ്ങൾ നടന്നത്. അനുസരണക്കേട് തരുന്ന ഒരു ആത്മാവുണ്ട്, അതിനെ അനുസരിച്ചിട്ടാണ് നിങ്ങൾ നടന്നത്. അടുത്തത്, അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. അനുസരണക്കേടിന്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിന്റെയും മനസ്സിന്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു. അതാണ് അനുസരണക്കേടിന്റെ ഈ ആത്മാവുള്ള മക്കളോടൊത്ത്, അനുസരണക്കേടിന്റെ ആത്മാവ് നിറഞ്ഞ ജനത്തോടൊത്ത് നമ്മളും പറഞ്ഞു, അവരൊക്കെ അങ്ങനെ ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവരോടൊത്ത് ലോക സുഖങ്ങളിലൊക്കെ ജീവിച്ചു. അങ്ങനെ അതിൽ നിന്നാണ് നിങ്ങളെ മോചിപ്പിച്ചു കൊണ്ടുവന്നതെന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൊരിന്തോസ് 4:4 വായിച്ചു കഴിഞ്ഞാൽ,
നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ 2 കൊരിന്ത്യർ 4:4 എന്ന് പറയുന്നത് എന്താണ്? ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവിടെ പൗലോസ് പറയുവാണ്, ഈ ദേശത്തിന് ഒരു ദേവനുണ്ട്, ഒരു ദേശാധിപതിയുണ്ട്. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അവിശ്വാസികളായ വിശ്വാസമില്ലാത്തവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു, ബന്ധിച്ചിരിക്കുക. അത് സോദോമിക പാപം കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട്, ബാബിലോണിനെ ലയൺ സ്പിരിറ്റ് കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട്. ഏതിലാണ് ബന്ധിച്ചിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ അവരെ ബന്ധിച്ചിരിക്കുകയാണ്. തുറന്നു വായിക്കുമ്പം തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തു, ദൈവത്തിന്റെ പ്രതിരൂപം ഒന്നേ ഉള്ളൂ. അത് പടമല്ല, അത് വിഗ്രഹമല്ല. ദൈവത്തിനൊരു ബിംബമേ ഉള്ളൂ. അത് പടവോ അത് മനുഷ്യൻ കളിമണ്ണാക്കിയ കള്ളബിംബമോ അല്ല, മറിച്ച് എന്താണ്? ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം, സുവിശേഷമാണ്. ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷമാണ് യഥാർത്ഥ ദൈവത്തിന്റെ പ്രതിരൂപം. ആ സുവിശേഷത്തിലേക്ക് വരാൻ ഈ പിശാച് സമ്മതിക്കത്തില്ല. ഈ പിശാച് അതിനെ കെട്ടും. സുവിശേഷത്തിലേക്ക് വരാൻ സാധിക്കത്തില്ല. നിങ്ങൾ ആ വചനം എല്ലാവരും ഉറക്കെ വായിക്കാം. എല്ലാവരും ഒരിക്കൽ കൂടി വായിച്ചേ. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. അപ്പൊ ദൈവത്തിന്റെ പ്രതിരൂപം അത് 66 പുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രതിബിംബമാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇമേജ് ആണ്. ഇംഗ്ലീഷിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഇമേജ്. ആ ഇമേജ് എന്ന് പറയുന്നത് സുവിശേഷമാണ്. അല്ലാതെ ഡാവിഞ്ചി വരച്ച താടിയും മുടിയും നീട്ടി വളർത്തിയ ആളല്ല. സുവിശേഷം കേൾക്കാത്തവൻ ദൈവത്തെ കണ്ടിട്ടില്ല. സുവിശേഷം ഇഷ്ടമല്ലാത്തവൻ ദൈവത്തെ അവൻ തൊട്ടിട്ട് പോലുമില്ല. അവൻ ഡാവിഞ്ചിയുടെ താടിയും മുടിയുള്ള ആളെ അവൻ തൊട്ടു വരും, പക്ഷെ യഥാർത്ഥ യേശുവിനെ അവന് തൊടാൻ പറ്റിയിട്ടില്ല. സുവിശേഷം കേട്ടാൽ മാത്രമേ അവന് തൊടാൻ പറ്റത്തുള്ളൂ. അതാണ് അതിൻ്റെ വ്യത്യാസം. അതാണ്. അപ്പോൾ സുവിശേഷത്തിലേക്ക് നിന്നെ വിടത്തില്ല. അതാണ് സാത്താൻ്റെയും വിജയം. അതാണ് സുവിശേഷം കേൾക്കാൻ നിന്നെ അനുവദിക്കത്തില്ല. സുവിശേഷം നിന്റെ പടത്തിൽ തൊടാൻ അനുവദിക്കും, ബിംബത്തിൽ തൊടാൻ അനുവദിക്കും, കുരിശടി പോകാനൊക്കെ അനുവദിക്കും. അതൊക്കെ അനുവദിക്കും, നീ പോയിക്കൊള്ളാൻ പറയും. പക്ഷെ സുവിശേഷത്തെ കേൾക്കാൻ നിന്നെ അനുവദിക്കത്തില്ല. കാരണം എന്താണെന്ന് അറിയോ? അതാണ് കറക്റ്റ് യേശു. അതിനെ തൊടാൻ നിന്നെ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് തന്നെ നമ്മൾ തിരിച്ചു വരണം. വലിയൊരത്ഭുതമായി നമ്മൾ മാറണം. ഇന്ന് തന്നെ. ഇത് നിന്റെ രക്ഷയുടെ ദിവസമാണ്. ഈ ദിവസത്തിൽ നീ മാനസാന്തരപ്പെടണം. ഇതാണ് നിന്റെ ടൈം, ഇതാണ് നിന്റെ ദിവസം. ഇതിലേക്കാണ് ദൈവം നിന്നെ നടത്തിയത്. ഈ ദിവസം നീ മാറണം. ഹല്ലേലൂയ. യേശുവേ ആരാധന. നമുക്ക് എല്ലാവർക്കും ആരാധിക്കാം. ഈ ആരാധനയോട് ചേർന്ന് നിങ്ങൾ, ഈ വർഷിപ്പിനോട് ചേർന്ന് കുറേ നേരം നിങ്ങളൊന്ന് വർഷിപ്പ് ചെയ്യുക. കുറേ നേരം നിങ്ങൾ സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കുക. വഴിയരികിൽ വീഴരുത്. കേട്ട വചനം പാറപ്പുറത്ത് വീഴരുത്. കേട്ട വചനം നിങ്ങളുടെ നല്ല നിലത്ത്, നിങ്ങളുടെ നല്ല ഹൃദയത്തിൽ, നിങ്ങളുടെ നല്ല മനസാക്ഷിയിൽ നിങ്ങളുടെ വചനം വീഴണം. ഹല്ലേലൂയ.